ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഉം. ആരൊക്കെയാണ് ഇതിനകത്ത് ലൈവായിട്ട് എന്റെ കൂടെ ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാരൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഉള്ളവർ പറയുക. ഞാൻ പറയുന്നത് കേൾക്കാലോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഹലോ. മുരളി. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കുഴപ്പമില്ല. റൈറ്റ്. സോ എന്റെ കൂടെ ആരൊക്കെയാണ് ഇരുന്നിട്ടുള്ളത് ലൈവില്, മാർക്കറ്റില് ലൈവിൽ ഇരുന്നത് ആരൊക്കെയാണുള്ളത്? ഉള്ളവർ എസ്ഒ ഒരു നോയോ ഒക്കെ അടിക്കുക. ഇരുന്നിട്ടുണ്ടാവോ ലൈവില്? ഓക്കെ, ഗ്രേറ്റ്. ഇപ്പൊ നമുക്ക് തുടങ്ങാം. യൂഷ്വലി ഞാൻ പറഞ്ഞു, ഞാൻ പറയാൻ പറഞ്ഞ കുറെ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ്, ഞാന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ യൂഷ്വലി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഏതാണ്, കാനലിസ്റ്റിക്കിന്റെ പാറ്റേൺ, നോർമലായി എല്ലാവരും യൂസ് ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് മാർക്കറ്റിലെ സ്ട്രക്ചർ ചേഞ്ച് ആയി തുടങ്ങി. മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ആലോചിച്ചു, എല്ലാവരും പറഞ്ഞു ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഇവിടുന്ന് പറക്കും എന്ന് പറഞ്ഞു. നിഫ്റ്റി എവിടെയെങ്കിലും പറക്കുന്നുണ്ടോ? പല യൂട്യൂബേഴ്സും പറയണത് നിഫ്റ്റി 25,000 വരും, 26,000ത്തിന്റെ ഭാഗത്തേക്ക് പോകും, നിഫ്റ്റി പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറയും. ഒരു നിഫ്റ്റിയും പിടിച്ച് കിട്ടുന്നില്ല. സോ യൂഷ്വലി മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഓരോ വർഷം കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചർ ചേഞ്ച് ആവും എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻസിന്റെ ഇത് എന്താണ്, ആ ഒരു നമ്മൾ പറയില്ലേ, റേറ്റിംഗ് വളരെ കുറവാണ്. അതായത് ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന രീതി കുറവാണ്. പഴയ പോലെ 2020 നമ്മുടെ എന്താണ്, 2021 മുമ്പേ വരെ ഒരു കോൺസലേഷൻ പേപ്പറും സെബി കൊണ്ടുവന്നിട്ടില്ല. അന്നും ആൾക്കാർ ട്രേഡ് ചെയ്ത് ഓപ്ഷനിൽ പൈസ ലൂസ് ആവാറുണ്ട്, ഇഷ്ടംപോലെ ലോസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ 2021 ശേഷം എന്ത് പറ്റി, മാർക്കറ്റില് ഈ ഗണ്യമായ രീതിയിൽ ആൾക്കാർ വന്നു തുടങ്ങി, ട്രേഡേഴ്സ് വന്നു, ലോസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയും, ലോസ് ഒരു ട്രേഡറുടെ പാർട്ടാണ് ട്രേഡിങ്ങിൽ. ഇപ്പൊ എനിക്ക് ക്യാപിറ്റലിൽ 10 lakhs ക്യാപിറ്റൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ക്യാപിറ്റലിൽ 10% ലോസിനെ അക്സെപ്റ്റ് ചെയ്യാം, 20% അക്സെപ്റ്റ് ചെയ്യാം, 30% അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇട്ട ക്യാപിറ്റലിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ട്രേഡ് എടുത്തിട്ട് ഫുൾ ക്യാപിറ്റലിനെ വാഷ് ഔട്ട് എന്ന രീതിയിലാണ് ഇഷ്ടംപോലെ ട്രേഡേഴ്സ് വന്നത്. അപ്പൊ യൂഷ്വലി എന്ത് പറ്റി, സെബി എന്ത് ചെയ്ത് ആ പേപ്പർ കൊണ്ടുവന്നു. ആ പേപ്പർ വന്ന സമയത്ത് അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ 97, 98 കിടന്ന എന്താണ് ലോസ് മേക്കേഴ്സ് ഇപ്പൊ 91, 92ന്റെ ആ റേഞ്ചിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് മാർക്കറ്റിലുണ്ട്. ഒന്ന്, വലിയ പ്രോഫിറ്റ് ഇല്ല, സ്റ്റിൽ ദേ ആർ എന്താണ് സർവൈവിങ് ഇൻ ദിസ് മാർക്കറ്റ്. അപ്പം ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയേണ്ട മൂന്ന് കാര്യങ്ങളാണ്. നിങ്ങളിപ്പോ എന്ത് കാര്യങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ അറിയേണ്ടി വരും. ഒന്ന്, വൈ, ഹൗ ആൻഡ് വാട്ട്. അതായത് നിങ്ങൾക്ക് ഈ കോഴ്സ് എന്തുകൊണ്ട് നിങ്ങൾ ആ സാധനം പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ട്രേഡ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ആ സാധനത്തിൽ ട്രേഡിങ്ങിനെ എന്തുവാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ സ്ട്രാറ്റജി നിങ്ങൾ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, അത് എവിടത്തെ മാർക്കറ്റിൽ വർക്ക് ആവുന്നുണ്ട്, അതൊക്കെയാണ് നിങ്ങൾ എന്താണ് വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഹൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സാധനം പഠിച്ചതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. ഈ ഹൗവിലാണ് ഇരിക്കുന്ന കളികൾ മൊത്തം. എല്ലാവരും വിചാരിക്കണം അത് സ്ട്രാറ്റജിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാന്ന് പല എല്ലാവരും വിചാരിക്കും. പക്ഷെ ഒരിക്കലും അല്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഞാൻ പറയാം, ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ പറയും, വീഡിയോയിലൊക്കെ പറയുന്നതാണ്. എന്താണ് ഈ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറയും. അത് നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞുകൂടാ, ഞാനത് പറയും. നമ്മുടെ ഇടയ്ക്കിടെ ചില വീഡിയോസ് ഞാൻ വരുന്നുണ്ട്, അതിൽ ഞാൻ പറയും. ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആക്ച്വലി പറയുക, നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന കുറച്ച് പഴഞ്ച മട്ടിലാണ്, ഓപ്ഷൻ എന്ന് പറയുന്ന രീതിയിലാണ്, അതായത് ലേലം വിളിക്കുന്നത്. സോ നമ്മൾ എന്താണ്, ഞാനും നിങ്ങളും കൂടെ ഒരു ബയറും സെല്ലറും തമ്മിൽ ലേലം വിളിച്ച് പ്രൈസ് ഉറപ്പിച്ച് നമ്മൾ വാങ്ങുന്നു. അപ്പം ഈ ഓപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് മാർക്കറ്റിൽ ഫെയിൽ ആവും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് പെട്ടെന്ന് മുകളിൽ നിന്ന് താഴേക്ക് അടിക്കും, അടിച്ച് റിവേഴ്സ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് താഴേക്ക് പോകും. അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുന്ന മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് ചെയ്ത് മോർണിംഗിൽ വന്ന ഹൈയും കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ആ ഒരു സിനാരിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ഫെയിലുവർ.
അതിലെ ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഒരു കണ്ടീഷൻ വയ്ക്കുമ്പോൾ ഒരു 30 മിനിറ്റ് എന്ന് പറഞ്ഞ ടൈം ഫ്രെയിമിന്റെ കണ്ടീഷൻ വയ്ക്കുന്ന സമയത്ത് അതിനെ ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറയും. ഒരു ഫെയിൽഡ് ഓപ്ഷൻ പ്രോസസ്സ് പ്രകാരം നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിന് ടാർഗറ്റ് ഉണ്ട്. 2022 വരെ ആ ടാർഗറ്റ്, 24 വരെ സുഖമാരി എല്ലാ ടാർഗറ്റും കിട്ടിക്കൊണ്ടിരുന്നു. 24 എന്ത് പറ്റി? ഫെയിൽഡ് ഓപ്ഷൻ വന്ന് മാർക്കറ്റ് മുകളിലോട്ടെല്ലാം താഴേക്ക് പോണതിന് പകരം അത് റിവേഴ്സ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പൊസിഷൻ റിവേഴ്സ് ചെയ്ത് തുടങ്ങി. എനിക്ക് എന്ത് പറ്റി? ആദ്യം സ്റ്റോപ്പ് അടിച്ചു, വീണ്ടും പൊസിഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ സ്റ്റോപ്പ് അടിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തി പിടിച്ച് സ്റ്റോപ്പ് അടിയായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? അതായത് ഞാൻ ആ ഒരു ചാർട്ടിനെ വാച്ച് ചെയ്തതിനു ശേഷം 30 മിനിറ്റ് നമ്മുടെ ക്യാൻഡിലിന്റെ 30 മിനിറ്റിന്റെ ക്ലോസിനെ ഒന്ന് വാച്ച് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിച്ചു. അപ്പൊ എന്ത് പറ്റി? ഈ ആദ്യം അടിക്കുന്ന സ്റ്റോപ്പ് കൈയടിക്കും, പക്ഷെ അടുത്ത അടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു ട്രേഡറെ സംബന്ധിച്ച് ഹൗ യു പെർഫോം ഇൻ ദിസ് മാർക്കറ്റ്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അത് പ്രോഫിറ്റബിലിറ്റി ഉള്ള കാര്യം. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്ര ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പലരും ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, അപ്പൊ എന്റെ ഏറ്റവും സുഹൃത്തുക്കൾ ഇഷ്ടംപോലെ ട്രേഡേഴ്സ് ഉണ്ട്. നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പി ആൻഡിലോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ലോസോ അല്ല ഡിസ്കസ് ചെയ്യണം. നമ്മൾ പറയുന്നത് ഇന്നത്തെ മാർക്കറ്റിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാർക്കറ്റ് സംഭവിച്ചു, അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നല്ല, നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റബിലിറ്റി സെക്കൻഡറി പാർട്ടാണ്. ആദ്യം ഒരു ലോസ് സർവൈവ് ചെയ്യാൻ പഠിക്കുക. അതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അത് അല്ലാതെ നിങ്ങൾ എത്ര പ്രോഫിറ്റബിലിറ്റി പ്രതീക്ഷിച്ച് ഒരു മാർക്കറ്റിൽ വന്നാലും മാർക്കറ്റ് നമ്മളെ അടപടലം വലിപ്പിക്കും. അതാണ് മാർക്കറ്റ്. പച്ച മലയാളത്തിൽ പറഞ്ഞ, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ അങ്ങനെയാണ്. കൃത്യമായിട്ട് മാർക്കറ്റ് നിങ്ങളെ പറ്റിക്കുന്നില്ല, നല്ല രീതിയിൽ റബ്ബർ ബാറ്റ് വലിപ്പിക്കുന്ന വലിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഓരോ വർഷം കഴിയുന്തോറും നമ്മളെ മാർക്കറ്റില് ഈ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സ്ട്രക്ചർ മാറുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ ഒരു സിനാരിയോ പറയാം. അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്ക് നമ്മളെ സബ്ജക്റ്റിലേക്ക് പോകുന്നത്. സോ നമ്മുടെ നിങ്ങൾ കാര്യം അറിയാമോ? ഈ പണ്ട് ഈ ഇടയ്ക്ക് കുറെ ആൾക്കാർ പറയായിരുന്നു 5 രൂപയുടെ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്ന പ്രോപ്സ് ഉണ്ട്, അല്ലെങ്കിൽ 10 രൂപയുടെ ഓപ്ഷൻ റൈറ്റ്, വലിയ വലിയ ബിഗർ പ്രോപ്സ് ഉണ്ടെന്ന്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പ്രൊപ്പറേറ്ററി റിസ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പ് ട്രേഡ് ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വെച്ച് തുടങ്ങുന്ന ഒരു പ്രോപ്പ് ഡെസ്ക് ഉണ്ട്, ഇന്ത്യയിൽ വളരെ ഫേമസ് ആണ്. അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അവർക്ക് ഒരു ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നതിനുണ്ടെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പർട്ടിക്കുലർ അതിന് ഓപ്പോസിറ്റ് ആയുള്ള ഒരു പൊസിഷനെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അപ്പൊ ഫോർ എക്സാമ്പിൾ പുട്ടിനെ റൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ആദ്യം മാർക്കറ്റിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല രീതിയിൽ താഴേക്ക് അടിപ്പിക്കും. അടിപ്പിച്ചതിന് ശേഷം പുട്ടിനെ അവിടെ വെച്ച് റൈറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യിപ്പിക്കും. നിങ്ങൾ 5 രൂപ പുട്ട്, 10 രൂപ പുട്ട്, അല്ലെങ്കിൽ 18 രൂപ പുട്ട് റൈറ്റ്, അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ അവർ വർക്ക് ചെയ്യുന്നവരുണ്ട്. അത് ബിഗർ ഫണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നത് 5500 കോടി 6000 കോടിയാണ് അവർ ഉപയോഗിക്കുന്ന ഫണ്ട്. അങ്ങനെയുള്ള എത്രയോ നല്ല കിടിലം പ്രോപ്സുകൾ ഇന്ത്യ മാർക്കറ്റിലുണ്ട്. അത് ജപ്പാനിൽ സിംഗപ്പൂർ വഴി ട്രേറ്റ് സിംഗപ്പൂർ വഴി വന്നിട്ടുണ്ട്, ജപ്പാൻ വഴി വരുന്നതിനുണ്ട്, ദുബായിലില്ല, മൗറീഷ്യസിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ FPs എന്നല്ല, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്യുന്ന FPI, ഈ FPI കാറ്റഗറിയിൽ വരുന്ന 50% പേരും ഇങ്ങനെ വരുന്ന പ്രോപ്സ് ആണ്. അപ്പൊ അവരെന്താണ് ഒരു പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ എല്ലാം കേട്ട വാക്കാണ് ജെയിൻ സ്ട്രീറ്റ്. ജെയിൻ സ്ട്രീറ്റ് ചെയ്യണ പരിപാടി എന്നറിയാമോ? അവർക്കൊരു ഓപ്ഷൻ മാർക്കറ്റിന് താഴേക്ക് വില കൂട്ടണോ അല്ലെങ്കിൽ സാധനം കിട്ടണമെങ്കിൽ അവർ മാർക്കറ്റിന് ആദ്യം വില സപ്പോസ് അവർക്കൊരു പുട്ട് ഓപ്ഷൻ മാർക്കറ്റ് ചീപ്പായി മേടിക്കണം. അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം ഒരു ഓപ്ഷന്റെ പ്രൈസ് മാർക്കറ്റിനെ കുറെ നിഫ്റ്റിയിലുള്ള സ്റ്റോക്സുകളെ മൊത്തം വാങ്ങിച്ച് പ്രൈസിനെ മാർക്കറ്റിനെ കയറ്റിയതിനു ശേഷം എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുന്ന സമയത്ത് അവിടെ വെച്ച് അവർ ചീപ്പ് PEs മേടിച്ച് അവിടെ വെച്ച് വാങ്ങിച്ച ഇക്വിറ്റി അങ്ങ് വിൽക്കും. ഇപ്പൊ എന്ത് പറ്റും? അവര് വാങ്ങിച്ച ഹെവി ഇക്വിറ്റി സെല്ലിംഗ് നടക്കുമ്പോൾ എന്ത് പറ്റും? ഈവൻച്വലി നമ്മുടെ മാർക്കറ്റ് പടടോ താഴേക്ക് ഇറങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മാർക്കറ്റ് കാലത്ത് നല്ല രീതിയിൽ കയറി മുകളിലെത്തും, ഉച്ചയ്ക്ക് ഒരു പീരീഡ്, അതായത് ആ ഒരു 12:45 1 മണിയാകുമ്പോൾ ഒറ്റയടിക്ക് താഴേക്ക് ഇറങ്ങും. ആരെങ്കിലും അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ കാര്യം? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ റേഡിയോ അല്ല, ഞാനോ നിങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാശമാണെങ്കിൽ പറയാൻ പോലെയല്ല. ഇടയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾ അറിയാൻ പറ്റും. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ആ ഒരു പാറ്റേൺ നിഫ്റ്റി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ 23,600 താഴെ നിൽക്കുന്ന സമയത്തെല്ലാം നിഫ്റ്റി നിങ്ങൾ നോക്ക്, ഇവിടെ ഒറ്റയടിക്ക് മാർക്കറ്റ് കയറും, ഒറ്റാഴകടിക്കും, വീണ്ടും കയറും, താഴേക്ക് അടിക്കും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിനെ കണ്ടിന്യൂസ് ആ ഒരു രീതിക്കായിരുന്നു അവർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഒരു ബിഗർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന വലിയ ഫണ്ടുള്ള ടീമുകളല്ല എങ്ങനെ നമ്മളെ പോലുള്ള ആൾക്കാരെ പൈസ അടിച്ചെടുക്കാമെന്ന് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ, അപ്പം യൂഷ്വലി ഞാൻ വൈ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ,
അതാണ് എല്ലാവരും ചോദിക്കുന്നത്, എന്താണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ, എന്താണ് ഓർഡർ ഫ്ലോ. നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കാര്യം കാണുന്നു, ഇതെന്താ, ഇതൊരു ഇന്നലത്തെ നിഫ്റ്റിയുടെ സ്പോട്ട് മാർക്കറ്റ് ചാർട്ടിന്റെ ഓരോ അരമണിക്കൂറിന്റെയും ക്യാൻഡിലാണ്. കണ്ടോ? നിങ്ങൾ ചില ആൾക്കാർ പറയും റൗണ്ടിങ് ബോട്ടം അല്ലെങ്കിൽ ഒരു യു ഷേപ്ഡ് റിക്കവറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആണോ? ആണോ? അല്ലെ, യു ഷേപ്ഡ് റിക്കവറി എന്നൊക്കെ പറയാറില്ലേ നിങ്ങളാരും? അപ്പൊ യൂഷ്വലി നിങ്ങൾ ഓർത്തോളൂ, ഇതൊരു ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ഒരു പാറ്റേൺ സിസ്റ്റമാണ്. അപ്പൊ അതേ സമയത്ത് നിങ്ങൾ ഈ കാണുന്നത്, ഇവിടെ ലെഫ്റ്റിൽ കാണുന്നതാണ് ഈ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ചാർട്ട് സീരീസ്. ഇത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ചാർട്ടാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊരു മാർക്കറ്റ് പ്രൊഫൈൽ, ഇന്നലത്തെ ദിവസത്തിന്റെ നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടാണ്. ഇത് ആദ്യത്തെ ഒരു അരമണിക്കൂർ ക്യാൻഡിൽ, ആ സ്ഥലത്ത് ഇവിടെ കാണുന്നത് എ എന്ന എ പീരീഡ്. അടുത്ത അരമണിക്കൂർ ക്യാൻഡിൽ അത് ബി എന്ന ക്യാൻഡിൽ, ഇവിടെ ഇവിടെ സി. അങ്ങനെ ഓരോ അരമണിക്കൂർ നമുക്ക് ഇവിടെ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോ 5 മിനിറ്റുള്ള ട്രേഡ് നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് 30 മിനിറ്റ്സ് ഒരു വിൻഡോ ടൈം ഫ്രെയിമിനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്ന് ട്രേഡ് ചെയ്യുന്ന പലരും 1 മിനിറ്റ് ചെയ്യുന്നവരാ കാണും, 3 മിനിറ്റ് ചെയ്യുന്നവർ കാണും, 5 മിനിറ്റ്സ് കാണും, 50 മിനിറ്റ്സ് കാണും, അല്ലെ? 1 മിനിറ്റ് സ്ട്രാറ്റജി കാണും. നമുക്ക് ഇവിടെ നമ്മുടെ സ്ട്രക്ചർ കൃത്യമായിട്ട് മാറി വന്നിരിക്കുന്നത്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അരമണിക്കൂർ എന്നൊരു ടൈം സ്ട്രക്ചറിലേക്ക് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ മാറ്റും. നമ്മളിവിടെ ഓപ്ഷൻ തിയറിയാണ്, അതായത് ഒരു ബയറും സെല്ലറും തമ്മിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഓപ്ഷൻ മാർക്കറ്റ് തിയറിയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓരോ ക്യാൻഡിലും അരമണിക്കൂർ താഴേക്ക് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ക്യാൻഡിൽ അരമണിക്കൂർ മുകളിലോട്ട് പോകുമ്പോഴുള്ള ട്രേഡിംഗ് നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ പ്യുവർലി ഫോളോ ചെയ്യുന്ന 30 മിനിറ്റ്സ് ഒരു വിൻഡോ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് കുറയും. നമ്മളെ അപ്പൊ ചിലർ ചോദിക്കും, അപ്പൊ സാറേ എങ്ങനെ ഇൻട്രാഡേ സ്കാൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ സ്കാൽപ്പ് ചെയ്യും? നമുക്ക് ഇൻട്രാഡേ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ ലെഫ്റ്റിൽ കാണുന്ന മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓപ്ഷൻ മാർക്കറ്റ് തിയറി വെച്ചുള്ള കുറെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജി നമുക്ക് 29 ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, 29 എണ്ണം. എല്ലാ ദിവസവും വരണമെന്നില്ല. വരുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എടുക്കും, ട്രേഡ് ചെയ്യും, പോകും. അല്ല 29 ദിവസവും നമ്മൾ എടുക്കുന്ന നമ്മൾ ഇന്ന് എടുക്കുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നൊരു സ്ട്രാറ്റജി വന്നാൽ ചിലപ്പോൾ ആ സ്ട്രാറ്റജി വർക്ക് ആവുന്നത് ചിലപ്പോൾ 5 ദിവസം വർക്കാവുന്നത്, ആ സ്ട്രാറ്റജി പിന്നെ വരുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടായി. അപ്പൊ നമ്മളിവിടെ മാർക്കറ്റിലുള്ള ഈ 30 മിനിറ്റ്സ് എന്നൊരു വിൻഡോയെ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ട്രേഡ് വളരെ കുറവായിരിക്കും. ഇപ്പൊ ചില ചോദിക്കും, സാറേ അപ്പൊ എങ്ങനെയാണ് 5 മിനിറ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് സ്റ്റാർട്ടിൽ നമ്മൾ സ്കാൽപ്പ് ചെയ്യാൻ പറ്റും? അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന വിൻഡോ, ഓർഡർ ഫ്ലോ എന്ന് പറയും. നിങ്ങൾ കാണുന്നോ? ഇവിടെ നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോയുടെ ഒരു ചാർട്ടാണ്. നിങ്ങൾ ഇതുണ്ടോ? ഇതൊരു ക്യാൻഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ സെല്ലറും റൈറ്റ് സൈഡിലും ബയറും ഉള്ള ഒരു ക്യാൻഡിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കണ്ട, പലരും പറയും പെൻഡിങ് ഓർഡേഴ്സിനെ ഫോളോ ചെയ്യണം. അതായത് 24,500 മാർക്കറ്റ് നിൽക്കുകയാണ്, 24,000 ഒരു 1000 ലോട്ട് അല്ലെങ്കിൽ 15,000 ലോട്ട് വാങ്ങാൻ ഒരാൾ നിൽക്കുന്നു പറയും. ഞാൻ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. പലരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു സ്ഥലം വെക്കാൻ പോകുന്നു, നിങ്ങൾക്ക് കയ്യിൽ കാശായിട്ട് ഒരാൾ നിൽക്കുന്നതാണോ, ലോൺ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ സ്ഥലം മേടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ആൻസർ പറയാൻ ആരെങ്കിലും? നിങ്ങൾക്ക് ഒരു സാധനം നിങ്ങളെ കയ്യിൽ സ്ഥലം നിങ്ങൾക്ക് കൊടുക്കാൻ വേണം, നിങ്ങൾക്ക് ക്യാഷ് അത്യാവശ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങൾ ടോട്ടൽ 20 ലക്ഷം പറഞ്ഞ സാധനം 19 ലക്ഷം എടുക്കാൻ ആളുണ്ട്. ഒരാൾ പറയും 20 ലക്ഷം തരാം, പക്ഷെ എനിക്ക് ഒരു മാസം കഴിഞ്ഞ് ലോൺ എടുത്ത് വേണം തരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആർക്ക് കൊടുക്കും? 19 ലക്ഷം ഉള്ളവരും കൊടുക്കുമോ, 20 ലക്ഷം കൊടുക്കുമോ? ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അപ്പൊ നിങ്ങൾ ആർക്ക് കൊടുക്കും? 19 കൊടുക്കും. കാരണം നിങ്ങൾക്ക് അവിടെ അതേപോലെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന, അതായത് ഒരു ക്യാൻഡിലകത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവിടെ ഫോളോ ചെയ്യണത്. പല ആൾക്കാരും പറയും പെൻഡിങ് ഓർഡർ കിട്ടും, ലിക്വിഡിറ്റി സ്വീപ്പർ 500 പോയിന്റ്, നിഫ്റ്റി ആകപ്പാടെ 200 പോയിന്റ് ഒരു ദിവസം മൂവ് ചെയ്യുള്ളൂ. 500 പോയിന്റ് താഴെ ഒരാൾ വന്ന് ബൈ ചെയ്യാൻ വെച്ചിട്ട് കാത്തിരിക്കുന്നവനെ ഫോളോ ചെയ്യണോ, പൈസ ഇട്ടവനെ ഫോളോ ചെയ്യണോ? എന്താണ്? ഇപ്പൊ എനിക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് മോട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരോടെ വാങ്ങും? ഇപ്പൊ ഞാൻ നിങ്ങളെ പൈസ 20 ലക്ഷം 19 ലക്ഷം മേടിച്ചു. അപ്പം കള്ളം മനസ്സിലായി എന്താണ്, അയാളെ 19 ലക്ഷം അയാളുടെ ക്യാഷ് ഉണ്ട്. അപ്പൊ അയാൾ എന്നെ മേടിക്കാൻ പോകും, അതാ ലോൺ എടുക്കാൻ നിൽക്കുന്നതന്നെ മേടിക്കാൻ പോകും? എങ്ങനെ മേടിക്കാൻ പോകും? എന്റെ നില പൈസ മോടിക്കാൻ പോകും. സ്ട്രക്ചർ അങ്ങനെയാണ്, മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, റീറ്റെയിൽ ഒരു കാര്യം അറിയാമോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യയിലല്ല, ഇന്ത്യ മൊത്തത്തിൽ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ഓർഡർ ഫ്ലോ ആൾക്കാർ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം ഓർഡർ ഫ്ലോ വഴി നമുക്ക് കൃത്യമായി അറിയാം. നിങ്ങൾക്കറിയാമോ NSEക്ക് സെർവർ സിസ്റ്റം ഒന്നല്ലേ ഉള്ളൂ? NSEക്ക് ഒരു സെർവർ സിസ്റ്റമേ ഉള്ളൂ. അതായത് എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ ഫാസ്റ്റ് സെർവറിൽ കൂടെ ഇട്ടാലും ലാസ്റ്റ് എൻഡ് ചെയ്യണത് NSEയുടെ ഒരു സെർവറിലായിരിക്കും. അതിൽ
ട്രേഡഡ് ക്വാണ്ടിറ്റി സെയിം. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേക എക്സ്ചേഞ്ച് എഫ് പി എസിനും എഫ് ഐ എസിനും പ്രത്യേക എക്സ്ചേഞ്ച് വല്ലതും ഉണ്ടോ? ഉണ്ടോ? എന്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയല്ലോ ഉണ്ടോ? ഇല്ല. കോൺട്രാ നോട്ട് എല്ലാവർക്കും ഇല്ല സെയിം ഇല്ല. ആയിരിക്കുമല്ലോ. ഇല്ല ഇല്ല. അപ്പം ഈ നിങ്ങൾ ഓർത്തോളൂ, ഈ വലിയ വലിയ ബിഗർ ട്രേഡിംഗ് പ്ലേയേഴ്സിന് അറിഞ്ഞുകൂടെ ഈ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഞാൻ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവന്മാരെ കാണുമെന്ന് അറിയാൻ പറ്റൂലേ? അറിയാൻ പറ്റൂല്ലേ? ഏഹ് അവർക്ക് ബുദ്ധിയില്ല. പറ്റും പറ്റും. നമ്മളായിരിക്കും ആൾക്കാർ പറയും, പലരും പറയും ലിക്വിഡിറ്റി സീപ്പ്, അങ്ങനെയുള്ള ഒരു കാര്യവും മാർക്കറ്റിൽ ഇല്ല. നിങ്ങൾ ഓർത്തോളൂ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓർഡർ ഫ്ലോയെ ഞാനൊരു റിസ്ക് മാനേജ് ചെയ്യാൻ ഒരു ടൂൾ മാത്രമാക്കി മാറ്റി. അതിന് കുറെ ട്രേഡിംഗ്, നമുക്ക് ഓർഡർ ഫ്ലോ ഉപയോഗിച്ച് 6 ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷെ അത് പ്യൂർലി സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്കൊരു 10-20 പോയിന്റ് അല്ലെങ്കിൽ 10-30 പോയിന്റ് 40 പോയിന്റ് നിഫ്റ്റിക്ക് എടുക്കാനും, അല്ലെങ്കിൽ ഒരു ബിഗർ മൂവ് കണ്ടു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് റൈഡ് ചെയ്ത് പോകാനും വേണ്ടിയിട്ടുള്ള റിസ്കിനെ മാനേജ് ചെയ്യാനുള്ള പൊസിഷൻ സിസ്റ്റം മാത്രമാക്കി ഞാൻ മാറ്റി. അല്ലാതെ ഓരോ ബയറും ആരാണെന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ രാജുവിന്റെ നിന്ന് വാങ്ങിച്ച ഷെയർ ചിലപ്പോൾ രാജു എനിക്ക് തന്നത് രാജുവിന് അറിയാൻ പറ്റുമോ എനിക്ക് അത് തന്നത്, അല്ലെങ്കിൽ സച്ചിൻ അറിയാൻ പറ്റുമോ എനിക്ക് അതെന്ന് അറിയാൻ പറ്റുമോ? പറ്റുമോ? ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയിലുള്ള ഒരാൾ വിൻഡോ ആണ് എൻ എസ് സി പറയില്ല ഞാൻ വിറ്റ നിഫ്റ്റി ഫ്യൂച്ചർ വാങ്ങിച്ചത് രാജു ആണോ സച്ചിനാണെന്ന് പറയില്ല. അതേപോലെ നമുക്ക് ഈ ബയർ വലിയ ബിഗർ പ്ലെയർ ആണോ, ഈ വലിയ ബിഗർ പ്ലെയർ അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഒരു സിസ്റ്റം നിങ്ങൾക്ക് ആലോചിച്ചു, കഴിഞ്ഞ 23,000 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഡേ ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ കുറെ കാലം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മെയ് അല്ല, നിഫ്റ്റിയിൽ കഴിഞ്ഞ 23,400 ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് യു സി കണ്ടിന്യൂസ് ബൈയിങ് ആയിരുന്നു. ഇത് കണ്ടോ? ഈ 23,200 ബൈ എടുക്കും, വീണ്ടും ബൈ. ഇത് നിങ്ങൾ നെറ്റ് ഡെൽറ്റ, ഈ ക്യൂമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയും. അതാണ് ഡെൽറ്റ, ടോട്ടൽ ബയർ മൈനസ് സെല്ലർ തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്നത് ഡെൽറ്റ. ഈ ഒരു ഡെൽറ്റ പ്ലസ് ആണ് ഒരു ദിവസം. നമുക്ക് 14,223 ലോട്ട്, 12,363 ലോട്ട്, 6,800. നിങ്ങൾ ആലോചിച്ച് ഓരോ പ്രാവശ്യവും മാർക്കറ്റ് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ബൈയിങ് ആണ് നടക്കുന്നത്. ഈ ബൈയിങ്ങിന് അനലൈസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു താഴേക്ക് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് മാർക്കറ്റ് കയറുന്നു. അതിന്റെ ബലം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കണ്ടിന്യൂസ് ഈ ബൈയിങ് വന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക് മാർക്കറ്റ് എവിടം വരെ പോയിന്നുണ്ടോ? ഈ 23,300 400 കിടന്ന നിഫ്റ്റി ഒറ്റയടിക്ക് തിരിച്ചു കയറി 24,200 പോയി. സോ ഓർഡർ ഫ്ലോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം, അതായത് ഒരു മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ സിസ്റ്റത്തിലാണ് മാർക്കറ്റ് പോകുന്നത്, ഒരു ഇന്നത്തെ ദിവസം ഞാൻ എന്റെ ഫുൾ ക്വാണ്ടിറ്റി ട്രേഡിംഗ് ചെയ്യണോ, അല്ലെങ്കിൽ എന്റെ സ്ട്രാറ്റജി വന്നു കഴിഞ്ഞാൽ ഫുൾ ക്വാണ്ടിറ്റി എടുക്കണോ, അല്ലെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി എടുക്കണോ, അല്ലെങ്കിൽ റിസ്ക് കുറച്ച് എടുക്കണോ എന്നൊക്കെ എന്നോട് ലൈവ്, ഇതിൽ ആരെങ്കിലൊക്കെ എന്നോട് സുബിനൊക്കെ എന്നോട് ലൈവ് ഇരിക്കാറില്ലേ? ഉണ്ടല്ലോ. സുബിനൊക്കെ എന്നോട് ലൈവ് ഇരുന്നിട്ടില്ലേ? സുബിന്, ആരൊക്കെ ലൈവ്, ശ്രീഹരിയൊക്കെ എന്നോട് ലൈവ് ഇരുന്നിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ അതില് ചില ദിവസങ്ങളിൽ ഞാൻ പറയാറില്ല ഇന്നൊന്നും നടക്കുന്നില്ല, ഞാൻ നിർത്തി പോകും എന്ന് പറയാറില്ലേ? കാരണം ആ പറയാം. നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ട്രേഡ് എടുക്കണോ വേണ്ടയോ, അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഓർഡർ ഫ്ലോ ഉപയോഗിക്കുന്നുള്ളൂ. സോ പ്യുവർലി കാൻഡിൽ സ്റ്റിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് ടൂൾ മാത്രമാണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ. ആകെ പ്രൊഫൈൽ അങ്ങനെ വലിയ വലിയ കാർഡ് പിടിച്ച അസ്ട്രോഫിസിക്സ് ഒന്നും അല്ല. ഞാൻ ഒരു ഫിസിക്സ് പഠിച്ച ആളാണ്. വലിയ കാർഡ് പിടിച്ച ഫിസിക്സ് ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ജസ്റ്റ് ഒരു മിയർ അനാലിസിസ് ടൂൾ മാത്രമാണ്. അത് ജസ്റ്റ് എന്താണ്, ഒരു ലെറ്റർ ക്യാൻഡിലിന് പകരം, നിങ്ങൾ ഈ കാണുന്ന ക്യാൻഡിലിന് പകരം നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ A B C D E എന്നൊക്കെ കുറെ ലെറ്റർ അങ്ങ് വച്ചേക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് കുറെ പഠിക്കാനുണ്ട്. ഇപ്പം എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 9:15 തൊട്ട് 9:45 വരെ സമയം. ബി എന്ന് പറഞ്ഞാൽ 9:45 തൊട്ട് 10:15 വരെ സമയം. സോ 9:45 തൊട്ട് 10:15 വരെ നിഫ്റ്റി എവിടെയൊക്കെ പോവോ അവിടെ എല്ലാം നിഫ്റ്റി ഏതൊക്കെ പ്രൈസ് ട്രേഡ് ചെയ്യോ അവിടെ എല്ലാം ഏത് ലെറ്റർ വരും? ബി എന്ന ലെറ്റർ വരും. 10:15 തൊട്ട് 10:45 വരെ സമയം. ആ സമയത്ത് മാർക്കറ്റ് എവിടെയൊക്കെ പോവോ അവിടെ എല്ലാം ഏത് ലെറ്റർ വരും? സി എന്ന് പറഞ്ഞ ലെറ്റർ വരും. ഇങ്ങനെ ഒരു നിങ്ങൾ കാണുമ്പോൾ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാം വലിയ പാടുവല്ലോ ഉണ്ടോ ആർക്കെങ്കിലും? ഡിജോയ്ക്ക, ഇന്ദ്രയത്തിന, അല്ലെങ്കിൽ മുഹമ്മദ് ഷബാബിന, രാജുവിന് ആർക്കെങ്കിലും പാടുവല്ലോ കാണുമ്പോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ അഖിൽ? ഓക്കെ ഓക്കെ. നിങ്ങൾ ഞാൻ പറയാം, ഇത് നിങ്ങൾ പാട് പ്രതീക്ഷിക്കുക. നിങ്ങൾ പലരും ഈ മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കാൻ വലിയ പാടാണ്, വലിയ സംഗതിയാണ്, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം. ഒരു നമ്പർ ഓഫ് ട്രേഡ്സ് കുറയുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതി വെച്ചുതരാം, നിങ്ങളുടെ പ്രോഫിറ്റ് കുറയില്ല, ലോസേ കുറയുള്ളൂ. എഴുതി വെച്ചോ. നമ്പർ ഓഫ് ട്രേഡ്സ് കുറയുമ്പോൾ നിങ്ങളെ പ്രോഫിറ്റ് കുറയില്ല, ലോസേ കുറയുള്ളൂ. യൂഷ്വലി ലോസ് വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? പ്രോഫിറ്റബിലിറ്റി കൂടും. ഈ പ്രോഫിറ്റ് വേണ്ട, നമ്മളെ ബ്രേക്ക് വേണ്ട. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കഴിഞ്ഞ വർഷം എന്റെ ഫിനാൻഷ്യൽ ഇയറിൽ എനിക്ക് മൈനസ് ആണ്, എഫ് ആൻഡ് സൈഡിൽ ഞാൻ മൈനസ് ആണ്.
ഞാനത് റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ അടുത്ത ആഴ്ച ഷൂട്ട് വരുന്നുണ്ട്, പോഡ്കാസ്റ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, അതിൽ പ്രത്യേകം പറഞ്ഞു, ഞാൻ മൈനസാണ്. കാരണം എനിക്ക് എന്റെ ലോസ് ആരുടെ പറഞ്ഞ എനിക്ക് ഒരു സങ്കടമില്ല, ബിക്കോസ് ഇറ്റ്സ് മൈ മൈനി, എനിക്ക് ആരുടെ പറയാം. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് MCX നല്ല കിടിലം പ്രോഫിറ്റ് കിട്ടി, കിടിലം പ്രോഫിറ്റ് കിട്ടി MCX. കാരണം എന്താണ്, MCX പോയ പോലെ ഒരു പോക്ക് ദൈവം സഹിച്ചിട്ടില്ല, ആ വിധത്തിലാണ് പോയത്. കാരണം 150ക്ക് ഞാൻ വാങ്ങിച്ച സിൽവർ ബീസ് ഞാൻ വിറ്റത് ഈ 290ക്കാണ്. നിങ്ങൾ ആലോചിച്ചത്, 150ക്ക് വാങ്ങിച്ച സിൽവർ ബീസ് 290ക്കാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും 300 രൂപ. ഇപ്പോഴും ഞാൻ 210 ആ റേഞ്ചിലൊക്കെ ഞാൻ വീണ്ടും വാങ്ങുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ച് കുറെ ഹെൽപ്പ് ചെയ്തു അത് MCX. അപ്പൊ എന്റെ സ്ട്രാറ്റജി എന്താണ്, ഇതേ സെയിം സ്ട്രാറ്റജി ഞാൻ എന്ത് ചെയ്തു, MCX കൊണ്ട് അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് അവിടെ പൈസ കിട്ടി, മറ്റവിടെ പൈസ പോയാലും കുഴപ്പമില്ല. സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു സർവൈവലാണ്. അപ്പൊ നിങ്ങൾ ഞാനിവിടെ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് മാർക്കറ്റ് പ്രൊഫൈൽ, അത് എങ്ങനെ ട്രേഡ് ചെയ്യാം, എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു മാർക്കറ്റ്, ഇപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞൊരു യു ഷേപ്പ് റിക്കവറി കണ്ട, ആ യു ഷേപ്പ് റിക്കവറി, ആ യു ഷേപ്പ് എത്രയാണ്, 24,012, 23,910. ഓ, ആ 100 പോയിന്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവിടം വരെ വരേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ഒരു യു ഷേപ്പ് റിക്കവറിയുടെ യുവിന്റെ ട്രേഡ് സെറ്റപ്പ്. അറിയാലോ, യു ട്രേഡ് സെറ്റ് പറയാ, യു നമ്മളതിനെ ഇതിനെ പറയും യു എന്ന് പറയും, കാനലിസ്റ്റിക്കാരും യു എന്ന് പറയും. സോ നമുക്ക് ഇവിടെ ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ പറയുന്ന വെച്ചാൽ ഇതൊരു ഒരു ഓപ്ഷൻ ഫെയിലിയർ ആണ്. ഓപ്ഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഒരു ട്രെൻഡ് ചേഞ്ച് ആണ്. നമ്മളത് നേരത്തെ ഐഡന്റിഫൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാമോ ഇന്നലെ എന്റെ കൂടെ ആര് ലൈവ്, സാബു ആരാണ് ഇതിൽ, ആരൊക്കെ എന്റെ കൂടെ വ്യാഴാഴ്ച ലൈവിലിരുന്നു? വ്യാഴാഴ്ച സുബിനെ ലൈവിലുണ്ടായിരുന്നോ? സുബിൻ, ആരൊക്കെ ലൈവിലുണ്ടായിരുന്നു എന്നൂടെ? 499 പ്ലാൻ ഉള്ളതിൽ ആരൊക്കെ ലൈവ് ഉണ്ടായിരുന്നു അതില്? ഹലോ, ആരും ഇല്ലേന്നാ? ഞാൻ ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് എന്ത് പറഞ്ഞു, 10:15 പറഞ്ഞു മാർക്കറ്റില് ഈ 11:15, 11:45 സമയം, നമ്മൾ അതിനെ പറയും ഈ പീരീഡ് എന്ന്, ഈ ഫെയിലൂർ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് വൈകിട്ട് മാർക്കറ്റ് എവിടെ ആ ക്ലോസ് ചെയ്തു? അത് ഒരു ദിവസത്തെ പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ദിവസം മാർക്കറ്റ് എങ്ങനെ പോകും, രീതി. അത് കുറച്ചു കാലം പിടിക്കും. നിങ്ങൾ ട്രേഡ് ചെയ്ത് ഈ പ്രൊഫൈലിനെ കണ്ടുപിടിച്ച് ആ രീതിക്ക് വരുന്ന കൃത്യമായി മനസ്സിലാൻ പറ്റും. അപ്പൊ നമുക്ക് കൃത്യമായ നിമിത്തങ്ങളുണ്ട്, ഓരോരോ ഫെയിലുവർ ഉണ്ട്. അതായത് 11:15, 11:45 സമയം മാർക്കറ്റ് പുതിയ ഹൈ ഓർ പുതിയ ലോയോ തന്നു കഴിഞ്ഞാൽ അതിനെ അടുത്ത ക്യാൻഡിലുകൾ ഫോളോ ചെയ്യണമെന്ന് പറയും. എല്ലാവരും ശ്രദ്ധിച്ചോ, അതേ 11:15, 11:45 സമയം, ആ സമയത്ത് മാർക്കറ്റ് പുതിയ ഹൈ ഓർ പുതിയ ലോ തന്നു കഴിഞ്ഞാൽ അതിനെ അടുത്ത് വരുന്ന സമയങ്ങൾ, അതായത് 11:45 ശേഷമുള്ള സമയത്തുള്ള പുതിയ ക്യാൻഡിലുകൾ അതിനെ കട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ക്യാൻഡിൽ ലോ അടിച്ചാൽ അടുത്ത ക്യാൻഡിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഫെയിലുവർ ആണ്. ആ ഫെയിലുവർ എന്ത് പറ്റും, ഒരാളുടെ ഫെയിലുവർ എന്ന് മറ്റൊരാളുടെ ഒന്ന് ചെയ്താലേ മറ്റൊന്നിന് സക്സസ് വളാവോ എന്ന് പറയുന്നില്ല. ഒരാളുടെ ഫെയിലുവർ ആണ് വേറെ ആളുടെ എന്താണ് സക്സസ് എന്താണ് സക്സസ്. സക്സസ് അപ്പം ജർമ്മനി 7 ഗോൾ അടിച്ചു, മറ്റേ ആരും 1 ഗോൾ അടിച്ചുള്ളൂ. അപ്പം അയാളുടെ ഫെയിലിയർ ആണ് ജർമ്മനിയുടെ സക്സസ്, കാരണം അവ 7 ഗോൾ അടിച്ചു. അതേപോലെ ഇവിടെ ഒരു ഫെയിലിയർ വന്നു, ആ ഫെയിലിയർ മറ്റൊരാളുടെ സക്സസ് ആയി. അത് ഏത് സമയത്ത് ഇമ്പാക്ട് വരും? അത് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പം ഇങ്ങനെയുള്ള കുറെ സിസ്റ്റംസ് മാർക്കറ്റ് പ്രൊഫൈലുണ്ട്. സോ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് സിസ്റ്റം വരെ പറയാം. നമുക്കിവിടെ ക്യാൻഡിൽ സിസ്റ്റം ഇല്ല, ഇവിടെ നമുക്ക് ലെറ്റർ സിസ്റ്റമേ ഉള്ളൂ. 9:15, 9:45 എന്ന് പറയും, 9:45, 10:15. നിങ്ങൾ ഈ ലെഫ്റ്റ് ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ലെറ്റർ ക്യാൻഡിലിന് പകരം നമ്മൾ എന്ത് ചെയ്ത് മാറ്റി, ജസ്റ്റ് ലെറ്റർ ഒന്ന് വെച്ച് മാറ്റി, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ പൈസ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, NSE 3:45 വരെ സമയം മാറ്റാൻ പോകുന്നു, പോരെ? ഇപ്പം 3:15 തൊട്ട് 3:30 വരെയുള്ള വെറും 15 മിനിറ്റ് ആണ് ഈ M എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ M ഫുൾ M ആയിട്ട് മാറാനുള്ള, ഇപ്പം അര M ആണ്, അത് ഫുൾ M ആയി മാറാനുള്ള സമയമുണ്ട്. സോ മാർക്കറ്റ് കുറച്ചും കൂടെ ഒരു സ്ട്രക്ചർ ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് എന്ത് തരും, വൈ എന്ന് പറഞ്ഞാൽ വൈ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു നിമിത്തങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അതായത് മാർക്കറ്റിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എവിടെ ഫെയിലുവർ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഞാൻ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ഞാൻ ബ്രേക്ക്ഔട്ട് ട്രേഡ് നോക്കാറുള്ളത്, അതൊരു കോമൺ ആയ രീതിയിൽ ട്രേഡ് ചെയ്യാറുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണം, മാർക്കറ്റ് പ്രൊഫൈൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഫെയിലുവർ ട്രേഡേഴ്സ് ആണ്. അതായത് ഒരാൾ ഫെയിലിയർ ആവുന്നതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു, അത് റിവേഴ്സൽ ട്രേഡ് ആണ്. എപ്പോഴും അടുത്തുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സൽ ട്രേഡ് എന്ന് പറയാം. നമുക്ക് ഒരു ഫെയിലിയർ വന്നാൽ അതിലൊരു ട്രേഡ് സെറ്റപ്പ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റിൽ ഓരോ ഫെയിലിയർ വന്നാലും അതിന് ഏത് ട്രേഡ് സെറ്റപ്പ് ആണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ട്രേഡ് സെറ്റപ്പ് ഞാൻ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ട്രേഡ് സെറ്റപ്പുകൾ ഇതുവഴി പഠിക്കാൻ പറ്റും.
അത് പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ സമയത്ത് ഇങ്ങനെ ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ട്, ഇത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, ആ ട്രേഡ് ഞാൻ എപ്പോൾ എടുക്കണം, ഏതാണ് എന്റെ സ്റ്റോപ്പ് ലോസ്, എത്രയാണ് എന്റെ ടാർഗറ്റ്, എല്ലാം വ്യക്തമായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രാറ്റജിയിലുണ്ട്. ക്ലിയർ ആവുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് വൈ എന്ന് പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം. സോ ഈ വൈ എന്ന് പറഞ്ഞ പാട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാർക്കറ്റ് പ്രൊഫൈൽ ലെറ്റർ നിങ്ങൾക്ക് എന്ത് വേണോ ചോദിക്കാം. ഈ വൈ എന്ന് പറഞ്ഞ പാട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ആർക്കും ഡൗട്ട് ഇല്ലേ? എന്റെ ഇല്ല അടുത്ത് ഇല്ല ഇതിന് ഡൗട്ട് ഇത് ഇതിന്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, പലരും മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ച് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് വൈ എന്ന് പറഞ്ഞ പാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് പഠിപ്പിച്ചു തരും. ഞാൻ വിളിക്കുന്ന പലരാണ് ബിഹേവിയർ അനാലിസിസ്. മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതാണ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ. ഈ ക്യാൻഡിൽ നോക്കുന്നതിന് പകരം കുറച്ചും കൂടെ ഈസിയായി നിങ്ങൾക്ക് പറയാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജിൻസെ, മുഹമ്മദ് ഷബാബ്, മുരളി, ഡിജോ, ഹൃദിൻ, ദിനേശ്, ആർക്കും ഡൗട്ട് ഉണ്ടോ? രാജു, സച്ചിൻ. സ്മാർട്ട് മണി ഇത് എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഇവിടെ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് ഇല്ല. ആരാണ് ചോദിച്ചത് അതിനടുത്ത് പേര്? ജിൻസെ, നമുക്കിവിടെ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് ഇല്ല. നമുക്ക് അതിന് പകരം നമ്മളിവിടെ ഓർഡർ ഫ്ലോയിലെ ഒന്ന് രണ്ട് അഗ്രസീവ് ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പ് അല്ലെങ്കിൽ UFP എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കുറച്ചൊരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഒരു അൺഫിനിഷ്ഡ് ബിസിനസ്, ഒരു അൺഫിനിഷ്ഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫിനിഷ് ആക്കണം. അതായത് കട തുറന്നു വെച്ചാൽ ഞാനിപ്പോ ഒരു 100 ഏതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി, അല്ലെങ്കിൽ 100 ഒരു 10 ലിറ്റർ പായസം ഉണ്ടാക്കി. ഞാനൊരു കട ഇട്ടു, വൈകിട്ട് തീരുമ്പോൾ ആ 10 ലിറ്റർ പായസവും തീരണം. എനിക്ക് 10 ലിറ്റർ പായസവും തീർന്നാൽ മാത്രമേ എനിക്ക് എന്ത് പറ്റുള്ളൂ, എനിക്ക് അല്ലെങ്കിൽ ആ വീട്ടിൽ കൊണ്ടുപോയി പായസം നാളെ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ അതിന് പകരം അതേ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയും ഫിനിഷ്ഡ് ബിസിനസ്സും അൺഫിനിഷ്ഡ് ബിസിനസ്സും. അത് കുറച്ച് പാടാണ് ഞാൻ പറയാം, അത് പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചോളൂ. സോ ആ ഒരു സിസ്റ്റം സ്മാർട്ട് മണിക്ക് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ജിംസ് ഇതാണ്, ഈ ഒരു സിസ്റ്റമാണ്. അത് ഓർഡർ ഫ്ലോ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ സാർ. ഈ മാർക്കറ്റ് ഫ്ലോ ഓർഡറും ആദ്യമായിട്ട് ഓക്കെ ഞാൻ പഠിച്ചോളാം. എന്താണ്? അല്ല, ഈ മാർക്കറ്റ് ഫ്ലോ ഓർഡർ ഫ്ലോ വലിയ അല്ല, മാർക്കറ്റ് എക്സ്പീരിയൻസ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ. ആ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ ഞാൻ പറയാം, അതൊരു ട്രേഡിംഗ് സിസ്റ്റം 1959 നമ്മളെ പീറ്റർ സ്റ്റെഡിമേൻ എന്നൊരു ട്രേഡർ, ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിലെ ട്രേഡർ ഡെവലപ്പ് ചെയ്തതാണ്. പുള്ളി ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി യൂഷ്വലി ക്യാൻഡിൽസ്റ്റിക്കിന്റെ പാറ്റേൺ ഒക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത്. പുള്ളിക്ക് എന്ത് പറ്റി? പുള്ളിക്ക് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പുള്ളി അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു ലെറ്റർ വെച്ച് ഓരോ ടൈം ഫ്രെയിമിനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഈ സിസ്റ്റം കുറെ വർഷങ്ങളോളം പുള്ളി ഉപയോഗിച്ചു. അതിനുശേഷം അമേരിക്കയിലുള്ള പ്രോപ്പറേറ്ററി ഡെസ്ക് മീൻസ് വലിയ വലിയ ബിഗർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉപയോഗിച്ചു. അപ്പം പുള്ളിയുടെ ഒരു ശിഷ്യം ഉണ്ടായിരുന്നു, ഡാൾട്ടൺ എന്ന് പറയും. ഈ ഡാൾട്ടൺ എന്ത് ചെയ്തു? ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഫെമിലറൈസ് ആയി. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിലെ ഇടയിലേക്ക് US മാർക്കറ്റിലേക്ക് ഫെമിലറൈസ് ആയി. നമ്മുടെ മാർക്കറ്റിൽ 2008 ഞാനിത് 2013 ആണ് ഞാൻ പഠിക്കുന്നത്. 2008 തൊട്ട് ഇവിടെ പല ആൾക്കാരും കുറച്ചുപേര് ഉപയോഗിക്കുന്നു. ഇപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമ്മളൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഞാൻ പറയാം. ഇപ്പൊ ഇതൊരു ഷേപ്ഡ് റിക്കവറിയാണ്. ഈ ഷേപ്പ് റിക്കവറി ട്രേഡ് വന്നു, ഇത് ബ്രേക്ക് ഔട്ട് ആണ്. എല്ലാ ക്യാൻഡിൽസ്റ്റിക് പ്ലെയറിനും ഇത് അറിഞ്ഞൂടെ ഷേപ്പ് റിക്കവറി ആണ്? ആണാ ക്യാൻഡിൽസ്റ്റിക് ചെയ്യുന്ന എല്ലാവർക്കും അറിഞ്ഞൂടെ ഇത്? ഇപ്പൊ ഈ നമ്പർ ഓഫ് ആൾക്കാർ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന സമയത്ത് ആ പാറ്റേൺ വിജയിക്കുകയോ സക്സസ് ആവുമോ? വിജയിക്കുകയോ സക്സസ് ആവുമോ? പറയാൻ പറ്റുമോ? നമുക്ക് ഇത് എൻട്രി ഉണ്ട്. നമ്മുടെ എൻട്രി എപ്പോഴെന്ന് അറിയാമോ? ഈ കാണുന്ന ചുവന്ന ലൈൻ കണ്ടോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് POC. നാളെ ഈ ചുവന്ന ലൈനിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്ക് എൻട്രി ഉണ്ട്. ഈ ഒരു ഡേ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ എക്സ്ട്രീം ഡേ എന്ന്. അതായത് ആദ്യത്തെ 1 മണിക്കൂർ നിഫ്റ്റിയുടെ ഹൈയേയും ലോയേയും മാർക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സൈഡിലാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ആ സൈഡിനെ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് എന്ന് വിളിക്കും. അത് നമ്മൾ പഠിക്കും, ഡേ ടൈപ്പ് ആണ്. അത് പ്രകാരം നമുക്കൊരു എൻട്രി ഉണ്ട്. നമ്മളെ എൻട്രി എപ്പോഴെന്ന് അറിയാമോ? ഈ എൻട്രി നാളെ നമ്മൾ പ്ലാൻ ചെയ്യണത് ഈ POCയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഈ ഒരു POCയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യണം. നാളെ ഈ 24,037 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 23,965 ടെസ്റ്റ് ചെയ്യും. ആ ഒരു ട്രേഡ് സെറ്റപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരു റൂളുണ്ട്. സോ അതിന് എപ്പം ട്രേഡ് എടുക്കണമെന്ന് നമുക്ക് ആ റൂളുണ്ട്. നമുക്ക് നാളെ നമ്മൾ റിവേഴ്സിലാണ് ഈ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ നാളെ ഈ ഭാഗത്ത് നിന്ന് റിവേഴ്സ് എടുക്കും. ആ സ്ട്രാറ്റജി നമ്മളെ ഓർഡർ ഫ്ലോ എല്ലാം കൺഫർമേഷൻ വന്ന് നമ്മളെ സ്ട്രാറ്റജിക്കുള്ള 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നാളെ തിരിച്ചെടുക്കും. എന്നിട്ട് ഇവിടെ വെച്ച് പൊസിഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും. യൂഷ്വലി ആൾക്കാർ എന്ത് ചെയ്യും? ബ്രേക്ക് ഔട്ട് വന്നു എന്ന് പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിവേഴ്സിൽ ഒരു സ്ട്രാറ്റജി നോക്കും. ആ സ്ട്രാറ്റജി ട്രേഡ് ആയിട്ട് മാത്രമേ നമ്മൾ മറ്റേതിലേക്ക് പോകാറുള്ളൂ. സോ ഒരു മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജ് ഇതാണ്. അതായത് പാറ്റേണിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പാറ്റേണിനെ ഫോളോ ചെയ്യുന്നില്ല, വിജയിക്കും. ഇപ്പൊ
ഇപ്പൊ നിങ്ങൾ ആലോചിച്ച ഒരു ഡേ ഫ്രെയിമിൽ അതായത് 15 മിനിറ്റ് ചാർട്ടിൽ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാൾ വിജയിക്കുന്ന പോലെ ആയിരിക്കില്ല 1 വീക്കിൽ അല്ലെങ്കിൽ ഒരു 1 മന്തിന്റെ ചാർട്ടിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ട്രേഡ് വളരെ കുറവായിരിക്കും. അവരെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നമ്മളോട് ഇൻട്രാ ട്രേഡർക്ക് ആ ഒരു ലെവലിലേക്ക് മാറാൻ പറ്റുമോ ജിൻസെ? പറ്റുമോ? ഇല്ല ഇല്ല സർ, കാരണം അവര് ഫ്രൈഡേയിലത്തെ ഒന്ന് എടുക്കാൻ നോക്കി. അല്ല 2:20 ഡംപ് ചെയ്തിട്ട് പിന്നെ 3 മണിക്ക് പമ്പ് ചെയ്തു മറ്റേ അല്ല റിലയൻസ്. അത് വാട്ടർ ഫ്ലോ കണ്ടപ്പോഴേ ഞാനൊന്ന് ഉച്ചയ്ക്ക് പറയുകയും ചെയ്തു, ഞാൻ ഇനി മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ല, മിസ്സായി മാർക്കറ്റ് മൂവ് പോയി. ചെയ്യില്ല. ഒന്നാമത് ഇത്രയും സെല്ലിംഗ് മാർക്കറ്റിൽ മോർണിംഗിൽ വന്നിട്ട് കൂടെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കോട്ട് എന്ന് പറയും, കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ്. അതൊരു ഞാൻ പഠിക്കാൻ കുറച്ചുണ്ട്, എന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതിനെ കുറിച്ച്. ഈ ലോവർ ലെവലെത്തുമ്പോൾ ക്യാൻഡിലെല്ലാം ബൈയിങ് ആണ്. നിങ്ങൾ നോക്ക്, മാർക്കറ്റ് എപ്പോഴൊക്കെ താഴെ വരുമോ ക്യാൻഡിലിൽ ബൈയിങ് ആണ്. സീ ദിസ്. അപ്പം താഴോട്ട് പോവാനുള്ള ഒരു പ്രഷർ ആരും കൊടുക്കുന്നില്ല. താഴേക്ക് വരുന്നു, ലിക്വിഡിറ്റി അബ്സോർവ് ചെയ്യുന്നു, താഴേക്ക് വരുന്നു, ലിക്വിഡിറ്റി അബ്സോർവ് ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റി? അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റി? മാർക്കറ്റ് എന്ത് പറ്റി? ആ സമയത്ത് ഈ സെല്ല് ചെയ്തമാർക്കെല്ലാം കവർ ചെയ്യേണ്ടി വന്നു. ആ കവർ ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? മാർക്കറ്റ് ഒറ്റ തിരിച്ചു കയറ്റം. കണ്ടാ, വൈകിട്ട് 3 മണിയായപ്പോ എന്ത് ചെയ്ത്? അവിടെ തിരിച്ചു കയറി കളഞ്ഞു. അപ്പം അതാണ് ഞാൻ പറഞ്ഞു, ഈ മാർക്കറ്റിൽ അന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു, ഞാൻ ഈ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു സെൽ ഹിയർ. പകരം ഞാൻ വേണമെങ്കിൽ എന്റെ മെസ്സേജ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ സെല്ല് ചെയ്യുന്നില്ല, പകരം ഞാൻ ഡിപ്പിൽ വേണമെങ്കിൽ ബൈ ചെയ്യുന്ന പറഞ്ഞോളൂ, സെല്ലിങ് ചെയ്യുന്നില്ല. കാരണം ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് അത് മൊത്തം കവർ ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി മാത്രമാണ് ഓർഡർ ഫ്ലോ ഉപയോഗിക്കുന്നത് ജിൻസെ. സോ നമുക്കൊരു സ്മാർട്ട് മണി എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്ഷനെ ഫോളോ, നമ്മൾ അതിനെ പറയും ഓപ്ഷൻ തിയറി എന്ന് പറയും. ഓപ്ഷനെ നമ്മൾ ഫോളോ ചെയ്ത് ഇത് എന്ത് ടൈപ്പ് ഓപ്ഷൻ ആണെന്ന് ഇപ്പൊ നോക്കിയിട്ട് അതിന് വച്ചുള്ള ട്രേഡ് സെറ്റപ്പിനെ നമ്മൾ ഫോളോ ചെയ്യും. സോ എന്നെ സംബന്ധിച്ച് നാളെ മാർക്കറ്റ് 24,040 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ POCയിലേക്കുള്ള ട്രേഡ് എടുക്കും, പുട്ടെടുക്കും. സ്റ്റോപ്പ് അടിച്ചോട്ടെ, ഐ എം റെഡി. പക്ഷെ ഈ ട്രേഡ് സെറ്റപ്പ് വന്നാൽ എനിക്കറിയാം 91% ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഡേറ്റയിൽ പോകുന്ന മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാറുള്ളൂ. 9% ദിവസങ്ങളിൽ മാത്രമേ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. അതായത് നാളെ ഈ ഗ്യാപ്പ് എടുത്ത് നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ആണെങ്കിൽ എനിക്ക് എൻട്രി ഇല്ല. പകരം തിരിച്ച് വീണ്ടും ഇതിനകത്ത് ഈ 24,055 ഭാഗത്തേക്ക് മാർക്കറ്റ് കിട്ടുമെങ്കിൽ ഞാൻ പുട്ടെടുക്കും. എനിക്കറിയാം ഈ POCയുടെ ഭാഗത്തേക്ക് പോകുന്നു. സോ സ്റ്റോപ്പ് അടിച്ചാൽ അടിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിവിടെ പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത്, നമുക്ക് സ്ട്രാറ്റജീസ് മീൻസ് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റപ്സ് ഉണ്ട്. അതിന് നമ്മൾ ഫോളോ ചെയ്യുന്നു. അത് പ്രകാരം ഇവിടെ നാളെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് റിവേഴ്സലാണ്. നിങ്ങൾ പറയും ബൈ ആണ് മാർക്കറ്റ് ബുള്ളിഷ്, പക്ഷെ എനിക്ക് റിവേഴ്സലാണ്. അതാണ് വ്യത്യാസം. നിങ്ങൾ ക്ലിയർ ആവുന്ന റേഞ്ച്. സോ നമുക്ക് ഈ സ്മാർട്ട് മണി എന്നൊരു കൺസെപ്റ്റ് ഇല്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ തിയറി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഓർഡർ ഫ്ലോ ഒന്നുമല്ല ജിൻസെ. ഒരു ക്യാൻഡിൽ കണ്ടല്ലോ, അരമണിക്കൂറിന്റെ 15 മിനിറ്റിന്റെ. ആ ക്യാൻഡിലിനകത്ത് ഇടത് സൈഡിൽ നമ്മളെ കിഡ്നി, ലെഫ്റ്റ് കിഡ്നി, റൈറ്റ് കിഡ്നി. ലെഫ്റ്റ് കിഡ്നിന്ന് സെല്ലിങ്, റൈറ്റ് കിഡ്നി എന്ന് പറഞ്ഞാൽ ബൈയിങ്. അത്രേ ഉള്ളൂ. ഒരു എക്സ്റേ അത്രയായിട്ടേ വെച്ചിട്ടുള്ളൂ. അതാണ് നമ്മൾ ഓർഡർ ഫ്ലോ ഉപയോഗിക്കുന്നത്. സോ ഈ വൈ എന്ന് പറഞ്ഞ പാർട്ട് എല്ലാവരും ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഹൗ എന്ന് പറഞ്ഞ സെറ്റത്തിലേക്ക് പോവാം. വൈ ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പലർക്കും ഈ മാർക്കറ്റ് പ്രൊഫൈൽ അറിഞ്ഞുകൂടാ. എന്താണ് മാർക്കറ്റ് പ്രൊഫൈല്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, വളരെ കുറച്ച് പേര് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇന്ത്യയിൽ, വളരെ കുറച്ച് ആൾക്കാർ മാത്രം. അതും ഫോർ എക്സാമ്പിൾ ഞാൻ 13 വർഷം വരെ മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിക്കുന്നു. ഞാൻ ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ ഉരുണ്ട് കിടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു സിസ്റ്റം ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് ട്രേഡിംഗ് ഇല്ല. കഴിഞ്ഞ ആഴ്ച ഈ ഇൻസ്റ്റയിൽ ഒരു ട്രേഡ് സിസ്റ്റം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു 100 ഡേ ചലഞ്ച് എടുത്ത്. കാരണം മാർക്കറ്റ് ഇങ്ങനെ രീതിയിൽ പോണ സമയത്ത് എനിക്ക് ഈ എന്നെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം, ട്രേഡിനെ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ വലിയ രീതിക്കുള്ള സിസ്റ്റത്തിലേക്ക് എടുക്കുന്നതിന് പകരം എന്റെ മൈൻഡ് കൂളായി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു ചലഞ്ച് അങ്ങ് വെച്ചു. ട്രേഡ് അടിച്ച് ഹിറ്റ് ആവട്ടെ, സ്റ്റോപ്പ് അടിക്കട്ടെ. പക്ഷെ അതിന് കൃത്യമായ റിസ്ക് ഉണ്ട്. ഞാൻ എപ്പോഴും ടോട്ടൽ ഫണ്ടിന്റെ എത്രയാണ് 30% അപ്പുറത്തേക്ക് ഒരു ട്രേഡിൽ കൊടുക്കാറില്ല. അതും അതിന്റെ 3% അപ്പുറത്തേക്ക് ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. അതായത് ടോട്ടൽ ഫണ്ടിന്റെ 3%. അതായത് ഇപ്പൊ 10 ലക്ഷം രൂപയാണെങ്കിൽ 30,000 രൂപയ്ക്കുള്ളിൽ ഞാൻ റിസ്ക് അക്സെപ്റ്റ് ചെയ്യാറില്ല. ആ രീതിക്കും പ്രോഫിറ്റ് 5,000 രൂപയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ റിസ്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. ആ രീതിക്കാണ് ഞാൻ കൃത്യമായിട്ട് പോകുന്നത്. സോ ആ റിസ്കിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പിന്നെ പഠിക്കും. സോ വൈ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ ഇതാണ്, അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ ഇതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യണത് ബയർ ആണോ സെല്ലർ ആണോ, എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ഹെവി ക്വാണ്ടിറ്റി ചെയ്യുന്നോ, അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ താഴെ വരുന്ന സമയത്ത് ബൈയിങ് നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ബ്രേക്ക് ഡൗൺ ആണ്, സെല്ലിംഗ് എടുക്കണോ? അതൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. സോ ദിസ് ഈസ് കാൾഡ് വൈ. ക്ലിയർ ആയോ സുരേഷ് രാജൻ, സുവിൻ, ശക്തി ഇതിലൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ വോളിയം ബേസ് ആയിരുന്നു ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻഡിസ്റ്റിക് ഞാനിത് കാണുന്നേ ഉള്ളൂ. ക്യാൻഡിസ്റ്റിക് ആയി ചെയ്താൽ ഈ ഓർഡർ ഫ്ലോയ്ക്ക് വരുന്നത്. ഇതില് നമ്മൾ ഈ ടോട്ടൽ ബയേഴ്സ് നിൽക്കുന്ന ഒരു റേഞ്ച് പറയുമല്ലോ, ഇന്ന റേഞ്ച് വരുമ്പോൾ അവിടെ സെല്ലേഴ്സ് ആണ് നിൽക്കുന്നത്.
ആ ഇൻ റേഞ്ച് വരുമ്പം ബയേഴ്സ് ആണ്. അപ്പൊ ഇതിലെങ്ങനെയാ നമുക്കത് ഏകദേശം ഇതിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്? കാണുന്നില്ലേ ഡിജോ? ഇപ്പൊ താഴെ എത്തുന്നുണ്ടോ? ഓരോ പ്രാവശ്യവും നിഫ്റ്റി താഴേക്ക് വരുന്നു. റെഡ് ക്യാൻഡിൽ താഴത്തെ ഓ അഗ്രസീവ് ബൈയിങ് പ്ലസ്, റെഡ് ക്യാൻഡിൽ അഗ്രസീവ് ബൈയിങ് പ്ലസ്, റെഡ് ക്യാൻഡിൽ അഗ്രസീവ് ബൈയിങ് പ്ലസ്. നോക്ക്, എന്നിട്ട് നമ്മൾ മെജോറിറ്റി ഒരു അവിടെ ബയേഴ്സ് ആണ് നിൽക്കുന്നത്, എങ്ങനെ നമ്മൾ അതാണ് കാൽക്കുലേറ്റ് ബൈ. ചെയ്യുന്നത്? അത് നമ്മൾ കോട്ട് എന്ന് പറഞ്ഞ സാധനം താഴെ പ്ലസ് ആണെങ്കിൽ ബൈ ആണ്. മനസ്സിലായോ ഓ, ജിജോ? ഓ, ഓ, അത് സിസ്റ്റമാണ്, നമ്മൾ പഠിക്കുമ്പോൾ അത് ഇതിലുണ്ട് കണ്ടേ, കോട്ട് ബൈയിങ് ആണ്. സോ മോർണിംഗ് തൊട്ടേ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്ക്, ഇന്നലെ ഈ ഒരു കയറ്റം കയറുന്ന സമയത്ത് മോർണിംഗിൽ മാർക്കറ്റ് വ്യാഴാഴ്ച വോളിയം വളരെ കുറവായിരുന്നു, താഴേക്ക് ഇറങ്ങിയായി. ഈ റെഡ് ക്യാൻഡിൽ വന്ന സമയത്ത് സെല്ലിംഗ് ഉണ്ടോ? ഈ സെല്ലിംഗ് വന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഇവിടെ ഇത് കണ്ടോ, ഇത് നമ്മൾ പറയും UF എന്ന്, അൺഫിനിഷ്ഡ് ഓപ്ഷൻ എന്ന് പറയും. ഇതൊരു അൺഫിനിഷ്ഡ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാവുണ്ട് ജിജോ. അത് പഠിക്കുമ്പോൾ ജിജോയ്ക്ക് മനസ്സിലാവാൻ പറ്റും ആ ഭാഗത്ത് ബൈയിങ് നടക്കുന്നുണ്ടോ, ആ ഭാഗത്ത് സെല്ലിംഗ് ഉണ്ടോ എന്ന് കൃത്യമായി ജിജോക്ക് പഠിക്കാൻ പറ്റും. സോ അത് കുറച്ച് കാര്യം അത് നമ്മൾ പറയില്ല, ഈ സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് റെഡി ടു ഈറ്റ് ഫുഡല്ല. നമ്മൾ കാരണം കുറച്ച് ഇതില് അതിന്റെ ബാക്കിൽ നടന്ന് ഈ അതിനൊന്ന് ഫേക്ക് പഠിക്കാൻ ശ്രമിച്ചു സെല്ലേഴ്സും കഴിഞ്ഞാൽ ഫേക്ക് എന്താണ് സെല്ലേഴ്സും ഫേക്ക് ബയേഴ്സും വരുമ്പോൾ അപ്പൊ ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ? അതോ ഇത് മാർക്കറ്റ് ഓൾറെഡി അല്ല, ബയേഴ്സ് സെല്ലേഴ്സിനെ നിങ്ങൾ കാണണമെങ്കിൽ അത് ഫെയിലിയർ ആണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓർഡർ ഫ്ലോ തന്നെ വാച്ച് ചെയ്യണം. ഓർഡർ ഫ്ലോ തന്നെ വാച്ച് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നമുക്ക് അതിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട് ജിംസെ. റിയൽ സെല്ലേഴ്സും ആണെന്ന് ഇങ്ങനെ കൺഫേം ചെയ്യാം. അല്ല അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞു ജിംസെ, ഇപ്പൊ ഞാൻ 500 ക്വാണ്ടിറ്റി മേടിക്കുന്നത് ഞാൻ റിയൽ ആണോ, അല്ലെങ്കിൽ ജിംസ് 500 ക്വാണ്ടിറ്റി ഞാൻ ജിംസ് റിയൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഒരിക്കലും അറിയാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഈ ബയർ റിയൽ ആണോ, ഈ ബയർ എന്താണ് ഫേക്ക് ആണോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അത് കുറെ അത് കൺസെപ്റ്റ് അങ്ങനെ ഡെൽറ്റയിൽ അറിയാൻ ഒരു പറ്റൂലേ? എന്താണ് അത് ഡെൽറ്റയിൽ അറിയാൻ പറ്റൂലേ? ഡെൽറ്റയിൽ അറിഞ്ഞാലും ഞാൻ പറയുന്ന പ്ലെയർ ഇപ്പൊ അത് ആ ഫെയിലുവറിനെയാണ് നമ്മൾ നോക്കണത്. ഇപ്പൊ താഴേക്ക് മാർക്കറ്റ് അടിക്കുന്നു, അവിടെ ഒരു ഫെയിലുവർ സംഭവിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നു, കണ്ടോ? ഈ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ഡൗൺ ആണ്. അവിടെ വന്നപ്പോ എന്ത് പറ്റി? താഴത്തെ കോട്ട് +50 ആണ്. ഇപ്പൊ എന്ത് പറ്റി? ഈ ക്യാൻഡിൽ ഇപ്പൊ മനസ്സിലായി, താഴെ ഈ സെല്ലിങ്, ഈ താഴേക്ക് വന്ന ക്യാൻഡിലുകൾ സെല്ലേഴ്സിനെ അബ്സോർവ് ചെയ്യാനല്ല, പകരം എന്താണ്, ഈ ഫേക്ക് ആയിട്ട് ബ്രേക്ക് ഡൗൺ വന്ന് ആൾക്കാരെ അട്രാക്ട് ചെയ്യണം. അതായത് സെല്ലിങ്ങിനെ കൊണ്ടുവന്ന് ആമാരെ കവർ ചെയ്യിപ്പിക്കുക. അതിനുശേഷം എന്ത് പറ്റി? ആ ക്യാൻഡിലെ ഹൈ കട്ട് ചെയ്ത് മാർക്കറ്റ് എവിടം വരെ പോയി നോക്ക്, പോയാ. സോ അതിന് കുറെ സിസ്റ്റം ഉണ്ട് നമുക്ക്. അല്ലാതെ ആ പ്ലെയർ ഫേക്കർ ആണോ അല്ലെങ്കിൽ ആ പ്ലെയർ റിയൽ ആണോ എന്ന് നമുക്ക് അങ്ങനെ ആ ഒരു ഓരോ ഇൻഡിവിജ്വൽ പ്ലെയറിനെ, ഈ 20 പ്ലെയർ ആരാണ്, ഈ 54 പ്ലെയർ ആരാണ്, ഈ 51 പ്ലെയർ, അങ്ങനെ നോക്കി കാര്യമില്ല. നമുക്ക് ആ ഓവർ ഓൾ ദ കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞു ക്ലിയർ ആയോ സുരേഷേ, ജിംസെ? ഇത് സോ മനസ്സിലായി. അതിന് കുറെ പക്ഷെ കാര്യങ്ങൾ കോണ്ടവർ പഠിക്കാനുണ്ട്. ഞാൻ കോണ്ടവർ എടുത്തിരുന്നു. കോണ്ടവറിൽ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒപ്പം ഒരു വോളിയം പ്രൊഫൈൽ ഉണ്ട്. അത് ഇവിടെ വോളിയം ഉണ്ടല്ലോ. പ്രൊഫൈലും അത് വോളിയം ഒരു പ്രൊഫൈൽ വോളിയം ഞാൻ പ്രൊഫൈൽ ഉപയോഗിക്കാറുണ്ട്. സ്പോട്ടിന് പക്ഷേ വോളിയം പ്രൊഫൈൽ ഇല്ലല്ലോ. സ്പോട്ട് മാർക്കറ്റിന് വോളിയം പ്രൊഫൈൽ ഇല്ല. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എടുത്ത് നോക്ക്, കണ്ട വോളിയം പ്രൊഫൈൽ ഒന്നും പോരെ. വോളിയം പ്രൊഫൈൽ ഉണ്ട്. ഞാൻ അതിൽ ആകെപ്പാടെ ഉപയോഗിക്കുന്ന വോളിയം പ്രൊഫൈലിന്റെ POCയും മാർക്കറ്റ് പ്രൊഫൈലിന്റെ POCയും അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ഉപയോഗിക്കാറില്ല. മാർക്കറ്റ് പ്രൊഫൈൽ പ്രത്യേകമാണ്, വോളിയം പ്രൊഫൈൽ പ്രത്യേകമാണ്. മാർക്കറ്റ് പ്രൊഫൈലാണ് ക്ലിയർ ഒരു സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വോളിയം നോട്ട്സ്, ലോ വോളിയം നോട്ട്സ്, ഹൈ വോളിയം നോട്ട്സ് എന്ന് പറഞ്ഞ നോട്ട്സ് ഒക്കെ സിസ്റ്റത്തിലാണ് ഏത് വർക്ക് ചെയ്യുന്നത്, വോളിയം സോൺസ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഓക്കെ അത് ഓക്കെ. നമുക്ക് എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ 1-2 കാര്യങ്ങൾ എന്ത് ചെയ്തു, മാർക്കറ്റ് പ്രൊഫൈലിനകത്തുള്ള POCയും വോളിയം പ്രൊഫൈലിലെ POCയും തമ്മിൽ അടുപ്പിച്ച് വരണം. അങ്ങനെ 1-2 കാര്യങ്ങൾ റൂളും ഉണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ മാർക്കറ്റ് അലൈൻ ചെയ്ത് പോകുന്നു പറയാം. ഇല്ല എങ്കിൽ ഒരു പാരിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ പാരിറ്റിയെ ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് എന്ത് ചെയ്യും, തിരിച്ചു വരും. വന്നിട്ടായിരിക്കും തിരിച്ച് വീണ്ടും പോണത്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ പറയാൻ പോയി ഡെൽറ്റയുടെ കഴിഞ്ഞാൽ ഒരു കുറെ ചാർട്ട് പഠിക്കാം. കൂടി വരൂലേ സാറേ? എന്താണ് ഇതിൽ ഡെൽറ്റയുടെ ഒരു ചാർട്ട് വരില്ലേ? വേറെ ഒരു എക്സ്ട്രാ ചാർട്ട് വരുന്നുണ്ടല്ലോ, ലൈവ് മാർക്കറ്റ് കാണുന്ന രണ്ട് സൈഡിൽ ഒരേ മാതിരി. ഇതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അതല്ല. അല്ല, കോണ്ടവർ പോലെയല്ല. ഇപ്പൊ ഗോ ചാർട്ടിങ് എന്റെ ട്രേഡ് ഡാലി എന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, MS പ്രോപാക്ക് ഉണ്ട്, പല സോഫ്റ്റ്വെയർസ് ഇഷ്ടംപോലെ എന്നിലുണ്ട്. എന്റെ പഴയ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അത് പല സോഫ്റ്റ്വെയർ നിങ്ങൾ കാണുന്നുണ്ട്. ഞാനിപ്പോ അത് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നത് ഗോ ചാർട്ടിങ് ആണ്. കാരണം ഇപ്പം കുറച്ചുകൂടെ റിലയബിൾ ആയിട്ട് ഇവർ വെബ് ബേസ്ഡ് ആണ്. എനിക്ക് എവിടെ പോയാലും ലോഗിൻ ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കോണ്ടവർ കൺഫ്യൂസ്ഡ് ആയി. ഭയങ്കര റിസ്ക്കാ. അത് പുറത്തു പോയാലൊന്നും കിട്ടൂല. പിന്നെ അത് തന്നെയല്ല, അത് ലോഡായി വരണമെങ്കിൽ ഭയങ്കര അതിനല്ല, താമസമാണ്. ഇതിപ്പോ നിങ്ങൾക്ക് അതിന് ഡേറ്റ കൊടുക്കണം, ഡേറ്റയ്ക്ക് പൈസ കൊടുക്കണം. അതെ ഇവിടെ അതെ. ഒന്നുമില്ല, 2200 രൂപയ്ക്ക് എല്ലാം കിട്ടും. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ ഭയങ്കര നമുക്ക് പൈസയാ. ഞാൻ അപ്പൊ 1-2 കാര്യം 3500 പറയാം. നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് സുരേഷ് അപ്പൊ കുറെ കാര്യങ്ങളുണ്ട് സോഫ്റ്റ്വെയർ. നമ്മളിപ്പോ ഓർഡർ ഫ്ലോ ഒക്കെ എത്താലും എന്താ കാര്യങ്ങൾ, അതെല്ലാം കൂടെ എനിക്ക് ഇന്ന് പഠിപ്പിക്കുന്ന കഴിഞ്ഞാൽ അത് എന്റെ ഒരു അതും 6 നടക്കില്ല. മണിക്കൂർ 5.5 മണിക്കൂറിന്റെ ക്ലാസ് ആണ് ആ സിസ്റ്റം.
അത് മൊത്തം ഇവിടെ പറഞ്ഞ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈല് നിങ്ങൾക്കൊരു സിസ്റ്റം പറഞ്ഞു തരും. എന്താണ് ഓപ്ഷൻ പെർഫോം ചെയ്യുന്നത്, എവിടെ ഫെയിലിയർ ആവുന്നു. ഇപ്പൊ ജിംസ് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെല്ലർ അല്ലെങ്കിൽ ഒരു ബയർ ഫെയിലിയർ ആവുന്ന എവിടെ എന്നില്ലേ, അത് കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ അറിയാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫെയിലുവർ, ഈ പീരീഡ്, അതായത് 11:45 12:15 സമയം, ഈ അല്ലല്ല 11:45 11:15 12:15 സമയം, 11:45 സമയം, ആ സമയം ഈ എന്ന് പറയും, ഈ പീരീഡ്, അതിന്റെ ഫെയിലുവർ, ഈ ഫെയിലുവർ. അതേപോലെ ജെ 1:45 2:15 ജെ ഫെയിലുവർ. അങ്ങനെ ഓരോ ഫെയിലുവർ. എച്ച് ഹാമറിങ്ങിന്റെ 1:15 1:45 അല്ല 12:45 1:15 ആ സമയം. ഇങ്ങനെ ഓരോ ടൈമിനെ വെച്ച് നമുക്ക് അറിയാൻ പറ്റും. ആ സമയത്ത് അങ്ങനെ ഒരു പ്ലെയർ വന്നാൽ അവർ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഫെയിലുവറിനെ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ. സോ വൈ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള അതായത് ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റുന്ന അറിയോ, ഈ ഒരു 24,072 ഭാഗത്ത് നിഫ്റ്റി കുറെ ഗ്യാപ്പ് വന്ന് ഇത് കണ്ട 29 മെയ്യിൽ വന്ന ഒരു ഹൈ ആണ്. ഈ ഹൈയുടെ ഭാഗത്ത് നിഫ്റ്റി എത്ര ദിവസം കിടന്ന് കളിച്ച് നോക്ക് നിങ്ങൾ. ഈ ഗ്യാപ്പ് പോകാൻ വേണ്ടി ഇവിടെ വന്നു, റിജക്റ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങി, വീണ്ടും റിജക്റ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങി, വീണ്ടും താഴേക്ക് ഇറങ്ങി, വീണ്ടും താഴേക്ക്. കണ്ട ഈ ഭാഗത്ത് കഴിഞ്ഞ 29 മെയ്യിന് ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നു. ദാറ്റ് ഈസ് കാൾഡ് എ ഫെയിലുവർ. ഒരു ഫേക്ക് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു സെല്ലർ ഫെയിലുവർ ആയി 24,072. അതിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി വളരെ പാടുപെട്ടു. വ്യാഴാഴ്ച പോയെങ്കിൽ കൂടെ വെള്ളിയാഴ്ച ഗ്യാറ്റ് ഉണപ്പെടുന്നു. അവസാനം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വെള്ളിയാഴ്ച അതിന് മുകളിൽ കത്ത പിടിച്ച് ക്ലോസ് ചെയ്യിപ്പിച്ചു. സോ ആ ഒരു പ്ലേ അത് അപ്പം ഈ ഒരു സെല്ലർ ഫെയിലിയർ ആയാൽ എങ്ങനെയാണ് സെല്ലർ അല്ലെങ്കിൽ ബയർ ഫെയിലിയർ ആവണമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി കുറെ മാർക്കറ്റ് പ്രൊഫൈലിനകത്ത് കുറെ സെറ്റപ്സ് ഉണ്ട്. അത് ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ട്, ഇ ഫെയിലിയർ ഉണ്ട്, ഡി ഫെയിലിയർ ഉണ്ട്. ഇതൊക്കെ സമയമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോ അരമണിക്കൂറിന് നിങ്ങൾ ആൽഫബറ്റ് 8 വരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 9:15 9:45, ബി 9:45 10:15, സി 10:15 10:45. ഈ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അപ്പം ആ ഡി എന്ന് പറയുമ്പോൾ എന്താണ് 10:45 11:15. ആ സമയത്ത് സംഭവിച്ച ഫെയിലിയർ മാർക്കറ്റ് എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ബയർ സെല്ലർ എങ്ങനെ ഫെയിലിയർ ആവുന്നത്, ഫേക്ക് ബയർ ആണോ ഫേക്ക് സെല്ലർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഈ രീതി. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ ജിംസെ, സുരേഷ്? ജിംസ് ക്ലിയർ ആയോ? ആകെപ്പെടെ ജിംസും സുരേഷും മാത്രം ചോദിക്കുന്നത്, വേറെ ചോദിക്കുന്നില്ല. സോ ഇതാണ് നമ്മുടെ വൈ എന്ന് പറഞ്ഞ മാർക്കറ്റിന്റെ ആ ഒരു സിസ്റ്റം. വൈ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ. കാരണം ഒന്ന് സിംപ്ലി പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സോ ഈ പാറ്റേണിനെ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. നമുക്ക് ഇവിടെ പാറ്റേൺ സിസ്റ്റം ഇല്ല. പാറ്റേൺ ട്രേഡ് ചെയ്ത് ഓഫ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സിസ്റ്റം കൃത്യം നമ്മൾ റിവേഴ്സൽസിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ട്രേഡ് കുറവായിരിക്കും. ഉള്ളത് നല്ല ട്രേഡ് കിട്ടും അല്ലേ, നല്ല കഴിച്ചാൽ നല്ല സദ്യ കഴിക്കാം പോരെ ചിലപ്പോഴൊക്കെ. ചില ട്രേഡൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾ ഇങ്ങനെ വച്ചോണ്ടിരിക്കുക, നല്ല കിടിലൻ ട്രേഡ് കിട്ടും, അങ്ങനെ വച്ചുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോഴും ഞാൻ 24,500 ഭാഗത്തേക്ക് ഇന്ന് ഞാൻ നിഫ്റ്റി വീക്കിലിയിൽ നിഫ്റ്റിക്ക് ഒരു ഞാൻ എന്റെ വീഡിയോ യൂട്യൂബിൽ ആരും കണ്ടോ, ഞാൻ പറഞ്ഞു നിഫ്റ്റി ആസ് ലോങ് ആസ് 24,030 40 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി 24,530 അടിച്ചിരിക്കും. കാരണം എന്താണ്, ഈ കഴിഞ്ഞു പോയ വീക്കിൽ വന്ന ഫെയിൽഡ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഫെയിലിയർ ആയി, ഒരു ഫേക്ക് സെല്ലർ വെൻഡറായി അവനെ പറ്റിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യിപ്പിച്ചു. സോ ആസ് ലോങ് ആസ് 24,040 മുകളിൽ നിഫ്റ്റിക്ക് 24,530 വന്നിരിക്കും. അത് വരാൻ ചിലപ്പോൾ ഒരാഴ്ച പിടിക്കും, 2 ആഴ്ച പിടിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യാം, നമ്മൾ മാർക്കറ്റിന്റെ വോളിയം അനുസരിച്ച് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് പ്ലേ ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? ഹൗ എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ. എങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്യും, അതിനു വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യണത്, ഓരോ ദിവസവും നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായി നിങ്ങളുടെ സിസ്റ്റത്തിനെ വർക്ക് ചെയ്ത് ആ ലെവലിനെ ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിങ്ങൾ ഓർഡർ ഫ്ലോ നോക്കണം. എന്താണ് ഇന്ന് നല്ല ഹെവി ഓർഡർ നിങ്ങൾ ആലോചിച്ചു ഒറ്റ കണ്ട നിങ്ങൾ ഓരോ നിഫ്റ്റിയിൽ ഓരോ 15 മിനിറ്റിൽ നിങ്ങൾ ലോട്ട് 1,250 ലോട്ട്, 999 ലോട്ട്, 1,200 500 നോക്ക്. ഒരു 15 മിനിറ്റിൽ നിഫ്റ്റി ഇന്ത്യ മൊത്തം ട്രേഡ് ചെയ്യുന്നത് 515 ലോട്ടാണ്. നടക്കുമോ? 515 ലോട്ട് എന്നാൽ എന്റെ കൂടെ എനിക്ക് 230 വരെ എന്റെ കൂടെ ട്രേഡ് ചെയ്യാറുണ്ട് ലൈവില്. അതില് ലൈവ് ഗ്രൂപ്പിലുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു 3 ലോട്ട് വെച്ച് വാങ്ങിച്ചാലേ ഈ സാധനം കവർ ആകാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിലെ ഈ വോളിയം കുറവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രാറ്റജി വന്നാൽ നമുക്ക് സസ്റ്റൈനബിലിറ്റി കിട്ടുമോ? അപ്പൊ ഞാൻ എന്ത് ട്രേഡ് എടുക്കണം, അത് ഏത് കോൾ സ്പ്രെഡ് ആയിട്ട് എടുക്കണോ, അതായത് ബെയർ സ്പ്രെഡോ ബുൾ സ്പ്രെഡ് ആയിട്ട് എടുക്കണോ, അല്ലെങ്കിൽ നേക്കഡ് കോൾ പോകണോ, അല്ലെങ്കിൽ ഓപ്ഷൻ റൈറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാങ്ങണോ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യണം ഹൗ യു പെർഫോം. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഓർഡർ ഫ്ലോ ഉപയോഗിച്ച് റിസ്കിനെ മാനേജ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? സോ സാർ ഈ നമുക്ക് ഓർഡർ ഫ്ലോയില് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് അല്ലേ കാണിക്കുക, ലിമിറ്റ് ഓർഡേഴ്സ് കാണിക്കൂല? ലിമിറ്റോടെ ഞാൻ ഇപ്പൊ
ഒരു കാര്യം, പെൻഡിങ് ഓർഡേഴ്സിന്റെ ആവശ്യമുണ്ടോ മുമ്പ്? ഞാൻ അതിന്റെ ആദ്യം ഒരു കഥ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അതായത് 24,500 ഇപ്പം ഈ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെ പോട്ടെ, 24,000 ഇപ്പൊ ഈ 23,880 ഒരു ബയർ നല്ലൊരു ഹെവി ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ കാത്തിരിക്കുന്നവനെ ഫോളോ ചെയ്തിട്ട് കാര്യമുണ്ടോ? മാർക്കറ്റിൽ ഹെവി വോളിയം വരുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന കാര്യമുണ്ടോ? ഈ പെൻഡിങ് ഓർഡർ, ഞാൻ അത് ഇപ്പോഴും പലതും പറയും തെറ്റാണ്. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്. ഞാൻ ഒരിക്കലും പെൻഡിങ് ഓർഡേഴ്സിനെ ഫോളോ ചെയ്യാറില്ല. റിയൽ മണി ആര് മാർക്കറ്റിൽ എക്സിക്യൂട്ട്, അതാണ് എക്സിക്യൂട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആര് പൈസ കിട്ടവനല്ലേ, അവനെല്ലാം ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ പെൻഡിങ് ആയിട്ട് ഓർഡറും വെച്ച് കാത്തിരിക്കുന്ന ആള്, ഫോർ എക്സാമ്പിൾ മുഹമ്മദേ, നിഫ്റ്റി 250 പോയിന്റ് നിഫ്റ്റി റേഞ്ചിൽ കിടന്ന് മൂവ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ 1000 പോയിന്റ് മുകളിലും താഴെ ഒരു ബൈയും സെല്ലിങ് കിട്ടാൻ മാർക്കറ്റിൽ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇല്ല ഇല്ല. എക്സിക്യൂട്ടീവ് നമ്മളിപ്പോ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലല്ലേ ഫെയിലിയർ വരുള്ളൂ. അല്ലാതെ പെൻഡിങ് ഓർഡറിൽ ആരെങ്കിലും ഫെയിലിയർ കാണാൻ പറ്റുമോ? ഉം? പരീക്ഷ എഴുതിയാലേ തോക്കുള്ളൂ, അല്ല അതെ പരീക്ഷ അതെ എഴുതാൻ അതെ തോക്കില്ലല്ലോ. അതെ. അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുന്നതിനെ ഫോളോ ചെയ്യുക. അവൻ ഫെയിലിയർ ആവണമെങ്കിൽ അവൻ ഓപ്പോസിറ്റ് പോവുക, അത്രയും നോക്കിയാൽ മതി. അതിന് ഓർഡറിന്റെ ഫ്ലോ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിന്റെ ഫ്ലോ ആണ്. അല്ലാതെ പെൻഡിങ് ഓർഡർ ഇപ്പൊ 100 ഓർഡേഴ്സിന്റെ ഡെപ്ത് വരെ നമുക്ക് ഇവിടെ കിട്ടും. ഏതിലാണ് ഡെപ്ത് ഓഫ് ദ മാർക്കറ്റിൽ കിട്ടും. ഇതിൽ ഞാൻ ഗോ ചാർട്ടിങ്ങിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണും, ഇവിടെ ഇവിടെ ഉണ്ട്. ഓർഡർ ഡെപ്ത് ഓഫ് ബുക്ക് ആണോ? ദ ഓർഡർ ബുക്ക്, ഡെപ്ത് ഓഫ് ദ മാർക്കറ്റ് കിട്ടും. ഞാനിപ്പം ബ്രോക്കർ കണ്ടിട്ടില്ല. സോ അപ്പൊ അത് കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യമായ സാധനം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? സോ ഓർഡർ ഓർഡർ നിങ്ങൾ ബുക്ക് വായിക്കല് അറിയേ കുറച്ച് റിസ്ക് അല്ലേ? അത്രയും അതല്ല, അത് റിസ്ക് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ട്രേഡിനും റിസ്ക് ഉണ്ട്. നിങ്ങൾ ആ ട്രേഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഏത് രീതിക്ക് അഡാപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ ട്രേഡ് എടുക്കുന്നു, അതാണ്. എന്ത് ട്രേഡിനും റിസ്ക് ഉണ്ട്. ഞാൻ പറയാം, ഒരു ട്രേഡിന് ഇറങ്ങുക, ഞാൻ ഒരു കാര്യം പറയാം, ജനിച്ച നമ്മളെ കൂടെ മരണം കാണും. അതേപോലെ ഒരു ട്രേഡറുടെ കൂടെ കാണുന്നത് പ്രോഫിറ്റ് അല്ല, ലോസ് ആണ്. അതിനകത്ത് ആർക്ക് തർക്കമൊന്നുമില്ലല്ലോ? തർക്കം കൊല്ലണ്ട. ആർക്ക് തർക്കമുണ്ടോ? ഇല്ല ഇല്ല. ഏത് ട്രേഡർ, നിങ്ങൾ ഏത് കൊലകമ്പന്മാരെ ട്രേഡ് എടുത്താലും ട്രേഡർമാരുടെ കൂടെ കാണുന്ന ഒരു സാധനം ലോസ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. നമ്മൾ സ്ഥിരമായിട്ട് കൃത്യമായി നമ്മളെല്ലാം വർക്ക് ചെയ്ത് ലെവൽ ചെയ്ത് കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് പ്രോഫിറ്റ്. ലോസ് നമ്മുടെ കൂടെ എപ്പോഴും കാണും. ഈ ലോസിനെ കുറയ്ക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്, പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല. ലോസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രോഫിറ്റ് കിട്ടിക്കോളും. അല്ലാതെ കിട്ടിയ പ്രോഫിറ്റിനെ വച്ചിട്ട്, ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു വർഷത്തിൽ 22% ദിവസങ്ങളിൽ മാത്രമേ മാർക്കറ്റ് ഒരു നല്ലൊരു മൂവ്മെന്റ് വരുള്ളൂ. ബാക്കിയുള്ള 70% ദിവസങ്ങളിലും മാർക്കറ്റ് റേഞ്ചാണ്. തലേ ദിവസം റേഞ്ചിനകത്ത് അല്ലെങ്കിൽ പ്രീവിയസ് റേഞ്ചിനകത്ത് മാർക്കറ്റ് കളിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ, ഈ ഫ്രൈഡേ മോർണിംഗ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിരിക്കും. പിന്നെ ഈ അകത്ത് 1 മണിക്കൂർ ഉണ്ടാക്കുന്ന റേഞ്ചിൽ കിടന്നതിനെ മാർക്കറ്റ് കളിക്കുമെന്ന് പറഞ്ഞു. മാർക്കറ്റ് പിന്നെ മൂവ് ചെയ്തിട്ടില്ല. ആലോചിച്ച് നോക്ക്. അപ്പം ഒരു സിസ്റ്റം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 70% ദിവസങ്ങളിൽ മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് 30% മാത്രം റെഡി ചെയ്യാൻ നിൽക്കുന്നത്? ഈ 70%-ൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. 30% ഓട്ടോമാറ്റിക് നിങ്ങൾ അതിന്റെ പകുതി കിട്ടിയാലും യു ആർ ഗെറ്റിംഗ് ഇനഫ് പ്രോഫിറ്റ്. അല്ലാതെ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ ചെയ്യുന്നത് ഈ ബാക്കി 30% ദിവസങ്ങളിൽ കിട്ടുന്ന പ്രോഫിറ്റിനെ എടുത്ത് 70% ദിവസം കൊണ്ട് കളയും, അതിന്റെ കൂടുതലും കളയും. അറിയാമോ? ഓക്കെ. സോ ഇതാണ് ഹൗ എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്ട്രാറ്റജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എന്ത് രീതിക്ക് എടുക്കണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം, അതെല്ലാം ആണ് ഈ ഹൗ എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ കാലത്തെ വീട്ടിൽ നിന്ന് ഭാര്യ എടുത്ത് വഴക്കുണ്ടാക്കി വന്നാലും, ഞാൻ പറയാം, എന്റെ ഭാര്യ എടുത്ത് മക്കൾ പോയി കാലത്ത് ഇറങ്ങുമ്പോൾ എന്നത് വഴക്കുണ്ടാക്കല്. കാരണം ഞാൻ പോയി ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമായി എന്റെ പെരിക്കോർട്ടിയെ ബാധിക്കുന്നതായി. യൂഷ്വലി അറിയാമോ, ഞാൻ പ്രോഫിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സൈക്കോളജി സെക്ഷൻ നമുക്കുണ്ട്. ആ സൈക്കോളജി സെക്ഷനിൽ നമ്മളെ റിസ്ക് ടെമ്പർ അളക്കോര് എന്നറിയാമോ? നമ്മളെ ട്രേഡിനോട് ഒരു ദേഷ്യം വന്ന് നമ്മൾ സാധനം നമ്മൾ തെറ്റാവുകയോ നമുക്ക് തെറ്റാണെന്ന് തോന്നി നമ്മൾ അതിന്റെ റിയാക്ഷൻ വളരെ ബാഡായി വരികയാണെങ്കിൽ നമ്മളെ ട്രേഡിനെ പോലും ബാധിക്കും. ചില നമ്മളല്ലേ, ഇനി പോകാനുള്ളതൊക്കെ പോയി, ഈ സാധനം ഇനി 20 പോയിന്റ് അടിച്ചാൽ കൂടിപ്പോയി 5000 പോയിന്റ് ലോസ് ആവുള്ളൂ. 5000 പോയിന്റ് പോട്ടെന്ന് നമ്മൾ ട്രേഡ് വിടാറില്ലേ? ആണോ? ചില ട്രേഡ് എടുക്കുന്ന ഇനി ഇറങ്ങി എത്ര ഇറങ്ങിപ്പോവും. പക്ഷെ എവരി പെനി ഈസ് മാറ്റർ എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മളെ എല്ലാ ട്രേഡിനും നമ്മൾ ആ രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകും. കാരണം ഈ ഹൗ എന്ന് പറഞ്ഞ സിസ്റ്റം സാറിപ്പോ നമുക്ക് വളരെ ട്രേഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര പോയിന്റ് SL ആയിട്ട് കാണാം? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? എനിക്കറിയാം, എന്റെ 3% ആണ് എന്റെ റിസ്ക് മൂവ്.
അപ്പൊ 3% എനിക്ക് ഒരു ട്രേഡിൽ തന്നെ മൊത്തം 3% റിസ്ക് അല്ല 3% എടുത്ത് ഞാൻ പിന്നെ ആ ദിവസം ട്രേഡ് ചെയ്യില്ല, ഞാൻ ചുമ്മാ ഇരിക്കുള്ളൂ, ഒന്നും ചെയ്യില്ല. നല്ല കൺവിക്ഷൻ ഉള്ള ഡേയിൽ പിന്നെ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും നല്ലൊരു ഒരു സെറ്റപ്പ് ഫെയിൽഡ് ഓപ്ഷനെ പോലെയോ അല്ലെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീമിനെ പോലെയുള്ള ഹെവി ഒരു കൺവിക്ഷൻ ട്രേഡ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടി ട്രേഡ് ഞാൻ എടുക്കും. അതിന് ഞാൻ കുറച്ച് പൈസ മാറ്റി വയ്ക്കും. പക്ഷെ അതും സ്റ്റോപ്പ് അടിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത 2-3 ട്രേഡ് ഞാൻ ഒന്ന് ബാക്ക് ചെയ്യാൻ വിടും. ഞാൻ ഒന്ന് ട്രേഡിൽ നിന്ന് മാറി നിൽക്കും, ഒന്ന് ട്രേഡിനെ വാച്ച് ചെയ്യും, എന്തുകൊണ്ട് പറ്റി നോട്ട് ചെയ്യും. അത് ഞാൻ പറഞ്ഞ, ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഫണ്ട് ഫെയിൽഡ് ഓപ്ഷൻ ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫെയിൽഡ് ഓപ്ഷൻ വന്ന ടാർഗറ്റ് ഉണ്ട്, അത് തെറ്റിയാലും ടാർഗറ്റ് ഉണ്ട്. പണ്ട് എനിക്ക് രണ്ടും മാറി മാറി അടിക്കുമായിരുന്നു ഈ 2024 സമയത്ത്. ആ ഇലക്ഷൻ സമയത്ത് ഓർമ്മയുണ്ടോ? ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരുന്നു. ലോവർ വിക്സിൽ നിന്ന് മാർക്കറ്റ് ഹയർ വിക്സിലേക്ക് പോയ സമയത്ത് ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ തിരിച്ചടിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ലോസ് കണ്ടിന്യൂസ് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് എടുത്തിട്ട് എന്തുകൊണ്ട് ലോസ് വന്നു പറഞ്ഞാൽ ഞാൻ ഒരു റൂൾ ബുക്ക് ക്രിയേറ്റ് ചെയ്തു. ആ റൂൾ ബുക്ക് ക്രിയേറ്റിന് ശേഷം എനിക്ക് അതിനുശേഷം ആ ട്രേഡ് സെറ്റ് ലോസ് അടിക്കാറില്ല. ഒരു ട്രേഡ് ലോസ് അടിക്കും, പക്ഷെ അടുത്ത ഈ വാല്യൂ എടുത്ത് ലോസ് അടിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്ക് വരും, വന്നാൽ അതിന് അക്സെപ്റ്റ് ചെയ്യുക. എന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ 3% ആണ്. ആ 3% വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് കുറയ്ക്കും, അല്ലെങ്കിൽ ലോസ് സൈസ് കുറയ്ക്കും. പിന്നെ അതും ഹയർ കൺവിക്ഷൻ ആണ്. ഒരു കാര്യം ഓർത്തോളാം, ഇവിടെ എന്ത് ട്രേഡും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വന്നാൽ അത് ആന്റിസിപ്പേറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം രീതിക്ക് ട്രേഡ് ചെയ്യാം കേട്ടോ കൃഷ്ണ മോതെ. അത് എന്റെ കൂടെ വന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാൻ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്റെ ഞാൻ ചെയ്യുന്ന എത്രയാണ്, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 10 ലോട്ടുകൾ ട്രേഡ് ചെയ്യാറില്ല. സെൻസെക്സിൽ മാത്രം ഞാൻ 400 ക്വാണ്ടിറ്റി, നിഫ്റ്റിയിൽ 650 ക്വാണ്ടിറ്റിക്ക് അപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല. പറഞ്ഞു ക്ലിയർ ആയോ? ഞാൻ അപ്പുറത്തേക്ക് പോകാറില്ല. എന്റെ കൂടെ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ ഞാൻ ചെയ്യാറില്ല ഓപ്ഷൻ ബൈയിങ്ങോ? ഓപ്ഷൻ ബൈങ്ങിൽ. അത്രേ ഉള്ളൂ, എനിക്ക് ആ റിസ്ക് മതി. ഓക്കെ. ചില സമയത്ത് എനിക്കറിയാം മാർക്കറ്റ് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ചില സമയത്ത് ഫോർ എക്സാമ്പിൾ കൊറോണ ഈ അതേ റിസ്ക് മെത്തേഡ് ഞാൻ ഇപ്പം പേ ചെയ്തെങ്കിൽ എനിക്ക് പണി കിട്ടിയത്. കൊറോണയ്ക്ക് ശേഷം ഞാൻ കൊറോണയ്ക്ക് മുമ്പേ 500 ലോട്ടൊക്കെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്ത ദിവസമുണ്ട് കൊറോണ സമയത്ത്. ഇപ്പൊ ഞാൻ ബാങ്ക് നിഫ്റ്റി തൊടാറേ ഇല്ല. കാരണം ബാങ്ക് നിഫ്റ്റി എന്ന് മന്ത്ലിയിലോട്ട് പറയോ ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ പ്ലേ ഗ്രൗണ്ട് ആയി മാറി ബാങ്ക് നിഫ്റ്റി. ഹയർ 2 സ്ട്രൈക്കിൽ ഓപ്ഷൻസ് ഹെവി റൈറ്റിംഗ് ഉണ്ട്. അല്ലെങ്കിൽ കൺവിക്ഷൻ വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, HDFC ബാങ്ക്, ICICI ബാങ്ക് അല്ലെങ്കിൽ SBI എന്നൊക്കെ പറഞ്ഞ് അതിനെ വാച്ച് ബാങ്ക് ചെയ്ത് നിഫ്റ്റിയിൽ പോണേലും നല്ല സൺസസിൽ പോവാണ്. അല്ല ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയാം, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സെൻസെക്സ് ചെയ്യും, നിഫ്റ്റിയുടെ ലെവൽ വെച്ച് സെൻസസ് ചെയ്യും. സെൻസെക്സിന് എക്സ്പയറി നിഫ്റ്റി സെൻസസിന്റെ ലെവൽ വെച്ച് നിഫ്റ്റി ചെയ്യും. മനസ്സിലായോ? പറഞ്ഞില്ലേ? ഞാന് ആ സൺസസ് 1.25 എക്സ്പെരിയന്റ് അന്ന് 1.25 50 രൂപേന്റെ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും എങ്ങോട്ട് പോയാലും അത് 50 രൂപ 250 ആവും. എപ്പോഴും അത് ശ്രദ്ധിക്കണില്ല. ഞാൻ അങ്ങനെ 1-2 നോക്കാറില്ല. മണി. ഞാൻ നോക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഹീറോ ടു സീറോ ഒന്നും ട്രേഡ് ഇല്ല, സീറോ ടു ഹീറോ ട്രേഡ് ഇല്ല, ഹീറോ ടു സീറോ മാത്രമേ ഉള്ളൂ. ചെയ്യും, അതിന് 1 ലോട്ട് 2 ലോട്ടൊക്കെ ചെയ്യും. എന്റെ ഓഫീസിലെ പയ്യന്മാരും ചെയ്യാറുണ്ട്, 2 ലോട്ട് 3 ലോട്ടൊക്കെ അവർ ട്രേഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോ 2014 തൊട്ട് 2018 വരെ ചെന്നൈയിൽ ഒരു സെന്റർ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് സെബി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാണ്. സീറോ ടു ഹീറോ കളിക്കാൻ വേണ്ടി എക്സ്പയറി ഡേറ്റ് ആണെന്ന് മാത്രം. കേരളത്തിൽ നിന്ന് പല ആൾക്കാരും ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി ട്രേഡ് ചെയ്ത് ഒരു ട്രേഡിന് മിനിമം ക്യാപ്സ് 10 ലക്ഷമാണ്. അങ്ങനെ പല സർവീസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. സോ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി, ഞാനിപ്പോൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറെ കാലമായി ഇങ്ങനെ ഞാൻ ബാക്കി നടക്കുകയാണ്, സീറോ ടു ഹീറോ ട്രേഡ് നോക്കാൻ വേണ്ടി, അതായത് ഗാമ ബ്ലാസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നടക്കുന്നില്ല. ഓരോ പ്രാവശ്യം പൈസ ഇടും, പൈസ ലോസ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും അതിനെ വിടാതെ പിന്തുടരുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സിസ്റ്റം ഇല്ല. ഞാൻ 2 ഓപ്ഷനും എടുക്കും. 25 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കും, 2-നെയാണ് വിടും. അതായത് 10 ലോട്ട് സൺസസിന്റെ PE-യും 10 ലോട്ട് CE-യും എടുക്കും. 50 രൂപ 60 രൂപ റേഞ്ചിലുള്ളത്. അത് രണ്ടും പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് വിടും. അത് എങ്ങനെയായാലും സൺസസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് എനിക്കത് പ്രോഫിറ്റിലെ എപ്പോഴും വരലുള്ളൂ. നല്ലത്, അതിനെ കണ്ടിന്യൂ ചെയ്യാം. നല്ലത്, ഞാനും നോക്കാനാ. അപ്പൊ ഈ ഒരു സിസ്റ്റം നോക്കുക. അപ്പൊ ഹൗ എന്ന് പറയുന്ന സാധനം, വൈ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ, ഹൗ മാർക്കറ്റ് പ്രൊഫൈൽ, ഇത് 2 സുഹൃത്തുക്കളുക. ഞാൻ നിങ്ങൾക്ക് തരുന്ന കാര്യം, ലാസ്റ്റത്തെ ഫൈനലിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് തരുന്നത് വെച്ചാൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ അനലൈസ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കും. നമുക്ക് 29 ട്രേഡിംഗ് സ്ട്രാറ്റജി മാർക്കറ്റ് പ്രൊഫൈൽ ഉണ്ട്. അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏത് മാർക്കറ്റിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയും. അതിന് ഏത് ട്രേഡ് എടുക്കണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എന്ത് ടൈപ്പ് ട്രേഡ് എടുക്കണം, ക്യാരി ചെയ്യണോ ഇൻട്രാഡേ ചെയ്യണോ എന്നെല്ലാം കൃത്യമായി പറഞ്ഞുതരും. അതേപോലെ ഓർഡർ ഫ്ലോയ്ക്കും ട്രേഡ് ഉണ്ട്. അത് ഇൻട്രാഡേ സ്കാൽപ്പിംഗ് മാത്രമാണ്. എത്ര സ്കാൽപ്പ് ചെയ്യണം, എത്ര പോയിന്റ് സ്കാൽപ്പ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയാം. അപ്പൊ നമ്മളൊരു സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് ഒരു എക്കോ സിസ്റ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തരും. അതിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ നിങ്ങളോട് മെന്റർ ചെയ്യും. ഞാൻ നിങ്ങളുടെ ലൈവായിട്ട് കൂടെ ഇരിക്കും.
നമുക്ക് ട്രേഡിംഗ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചിലപ്പോൾ ഇരുന്ന് വേറെ കഥയൊക്കെ പറയും, പക്ഷെ മാർക്കറ്റിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ ഞാൻ പറയും. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്റെ ഈ പറയുന്നത് നിങ്ങൾ പഠിക്കുന്നതിനെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെന്താണ്, ട്രേഡ് സിസ്റ്റത്തിന് നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്തോളൂ, ചിലപ്പോൾ ട്രേഡിങ്ങെ കാണൂല. ഇപ്പൊ ആണ് പറഞ്ഞത്, നമുക്ക് നമ്പർ ഓഫ് ട്രേഡ്സ് വളരെ കുറവായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം സ്ട്രക്ചറൈസ് നിങ്ങൾക്ക് പോകാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഞാൻ മണി 9:30 ഞാൻ ഡൗട്ട് ചോദിക്കാൻ ഇനി പറഞ്ഞ കുറേ പറയാനുണ്ട്. സോ ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മാത്രമാണ് മാക്ക പ്രൊഫൈൽ. നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ഇതെന്താണ് ഈ കാണുന്ന ആൾക്കാർ അറിയാലോ. നിഫ്റ്റിയുടെ ഓരോ ചാർട്ട് ഇത് ക്യാൻഡിലാണെങ്കിൽ ദിസ് ഈസ് എ ലെറ്റർ, അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. മിനിമം ക്യാപ്പ് കേസിനെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങൾ ഒരു സാധനം പഠിക്കാൻ മുൻപ് നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോണ സമയത്ത് നിങ്ങൾ മിനിമം ക്യാപ്പ് വെച്ചാണ് പോണത്, അല്ലല്ലോ. സോ നിങ്ങൾ ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചിട്ട് നിങ്ങൾക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാക്ക പ്രൊഫൈലില്. യൂഷ്വലി അതിന് നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഓർഡർ ഫ്ലോയിൽ ഗ്യാപ്പ് അറിയാൻ പറ്റൂല, പക്ഷെ സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് വരും. അതായത് സ്ട്രെയിറ്റ് അവേ സ്പൈക്ക് അല്ലെങ്കിൽ വൺ സൈഡ് സ്പൈക്ക് വരാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ഗ്യാപ്പ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇത് കണ്ട, ഇതൊരു സ്പൈക്ക് ആയിരുന്നു ലാസ്റ്റ് 45 മിനിറ്റ്സിൽ, പക്ഷെ എന്ത് പറ്റി? സാറ് അത് കണ്ടിട്ടാണ് മിനിയാന്ന് ഫ്രൈഡേയിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് പറഞ്ഞേ ഓവർനൈറ്റ് ഫ്രൈഡേയില്. ഞാൻ ഫ്രൈഡേ നമ്മൾ പ്രോഫിറ്റ് ഇല്ല, നമ്മൾ തേഴ്സ്ഡേയിലല്ലേ ബുക്ക് ചെയ്ത്. ഫ്രൈഡേ നമ്മൾ കോൾ എടുത്തില്ലല്ലോ, തേഴ്സ്ഡേയിൽ ബുക്ക് ചെയ്തല്ലേ ചെയ്തത് ആ കോള്. അല്ല സാറ് ഞാൻ ഇൻസ്റ്റയില് കണ്ടതായിരുന്നു അത് ഫ്രൈഡേ. സെൻസെക്സില് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, താഴെ എത്തുന്ന സമയത്ത് ഞാൻ ഡിപ്പ് ബൈങ്ങേ ഉള്ളൂ നോക്കുന്നു പറഞ്ഞ്. ഞാനത് കോൾ എടുത്തത് ആ സാധനം പ്രോഫിറ്റ്, ചെറിയ പ്രോഫിറ്റ് വന്നുള്ളൂ. അത് ഇല്ലേ, എനിക്ക് സങ്കടം വന്നു വെച്ചാൽ ഞാൻ കൃത്യമായി ഇതിന്റെ മുകളിലത്തെ സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിടന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പുട്ട് താഴേക്ക് പറഞ്ഞു വെച്ചാൽ ഞാൻ പുട്ടെടുത്ത് വെച്ചു. ആ പുട്ട് എനിക്ക് 100 പോയിന്റ് മുകളിൽ കിട്ടിയതാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറെ കഴിഞ്ഞ മാർക്കറ്റ് ഒരു ട്രേഡിൽ ഞാൻ കൂടിപ്പോയാൽ ഒരു മണിക്കൂർ അരമണിക്കൂറിന് അപ്പുറത്തേക്ക് ഇരിക്കൂല മാക്സിമം പോയാൽ. സ്ട്രാറ്റജി ബേസ്ഡ് ആണെങ്കിൽ, സ്കാൽപ്പ് ബേസ്ഡ് ആണെങ്കിൽ അരമണിക്കൂർ കൂടുതൽ ഇരിക്കാറില്ല. അത് അപ്പുറത്തേക്ക് വെച്ചാൽ പിന്നെ ആറേ കഞ്ഞി പഴം കഞ്ഞി പോലെ അവസ്ഥയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ കൊടുത്തു കളയും. അതുകൊണ്ട് കോൾ സാറിന് സൈഡ് ഇപ്പോഴും എനിക്ക് ന്യൂസ് ഒക്കെ താല്പര്യമുണ്ട്. കിട്ടലില്ലേ? എന്താണ്? സാറിന് ഇപ്പോഴും ന്യൂസ് ഒക്കെ കിട്ടലില്ലേ? ഉണ്ട്, പക്ഷെ അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല, ഒരു എൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. അവര് എൻ്റെ ചില ഓപ്ഷൻസ് മേടിക്കാൻ പറയും, ഞാനത് ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്താണ്, എനിക്ക് പുറത്ത് പേര് പറയാൻ പറ്റില്ല, കാരണം അത് ഇൻസൈഡ് ട്രേഡിംഗ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പോഴും കണക്ഷൻസ് ഉണ്ട്. പക്ഷേ ഓരോ വർഷം കഴിയും തോറും പഴയ ആൾക്കാർ, ഇപ്പം എന്റെ കൂടെ ഇരുന്ന പല ആൾക്കാർ സ്വന്തമാരൊക്കെ ട്രേഡിംഗ് ഡെസ്ക് തുടങ്ങി, പലരും പുറത്ത് സെറ്റിലാണ്. അപ്പൊ അവരൊക്കെ സ്വന്തമാരുടെ രീതിയിൽ ഒരു ക്യാപ് സൈസ് എടുത്ത് അവർ ചെയ്യുന്ന ഒരു ഇഷ്ടം പോലും ഉണ്ട്. അപ്പൊ അവരവരുടെ സ്ട്രാറ്റജിയിലുണ്ട്. അപ്പം ഓരോ വർഷം കഴിയുന്നവരും കണക്ഷൻ കുറയുന്നുണ്ട്. പക്ഷെ ഞാനത് കണക്ഷൻ വീണ്ടും കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്റെ കൂടെ. ഈ മാർക്കറ്റ് പ്രൊഫൈൽ ക്യാപ്പ് മിനിമം ഒന്നും വേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം ഓർത്തുള്ളൂ, നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകണം. എന്ത് പഠിക്കാൻ പോയാലും ഇതൊരു അൾട്ടിമേറ്റ് ആണെന്ന് ഒരിക്കലും വിചാരിക്കല്, അല്ലെങ്കിൽ ഞാൻ ദൈവമാണ് നിങ്ങൾ ദൈവമാണെന്ന് വിചാരിക്കല്. ആ സ്ഥലത്ത് എന്തൊക്കെ ഡ്രോബാക്സ് നിങ്ങൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ എന്റെ ചില ഡ്രോബാക്കുകൾ എന്നോട് മെന്റർ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു തരും എനിക്ക്, സാറിന് ഈ ഒരു കാര്യമുണ്ട്, സാർ ഒന്ന് ഇതിനെ നോക്കുക. അതെനിക്ക് നല്ലതാണ്. അപ്പൊ നിങ്ങൾ സ്വയം ജഡ്ജ് ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു സിസ്റ്റത്തിന് കൂടെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തോ നിങ്ങളത് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ മടിക്കുന്ന ഒരു മിസ്റ്റേക്ക് വേറൊരാൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾക്ക് അയാൾക്ക് ഞാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ആൻസർ വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്രൂപ്പ് ട്രേഡിംഗ് ആണ്, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം ഓർത്തുള്ളൂ, നമ്മളെ ഈ പ്രൊഫഷന് മാത്രമേ ഉള്ളൂ ജലസി എന്ന് പറഞ്ഞ സാധനമില്ലാത്തത്. ആണോ? ആർക്കും ജലസി ഉണ്ടോ? അയാൾ പ്രോഫിറ്റ് ഇട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ അറിയാനല്ലേ നോക്കുള്ളൂ, അല്ലേ? ആണോ? അത്രയുള്ളൂ. അതുകൊണ്ട് ഇതൊരു പിന്നെ ഒരു കാര്യം ഓർത്തോളുക, നമുക്ക് ലോസിന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യാനാണ് ഞാൻ ഈ പറഞ്ഞ റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയോ? ഇത് പഠിപ്പിക്കാനുണ്ടെങ്കിൽ കുറെ കാര്യം, നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്, നല്ല സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ലൈവായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, നല്ല സബ്ജക്റ്റ് ആണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോളുക, എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്ന ആൾക്കാരെല്ലാവരും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നാളെ നിങ്ങൾക്ക് കോഡിഷൻ അല്ലെങ്കിൽ നിങ്ങൾ 1 ഇട്ടാ 10 കിട്ടുന്ന ആ ഒരു ചിന്തയിൽ ദയവ് ചെയ്ത് വരല്ലേ. ഒരു സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് പ്രൊഫൈലിന്റെ. നിങ്ങൾക്ക് എല്ലാ ഇൻഡിമേഷനും സ്ട്രാറ്റജീസ് എന്താണ്, നിങ്ങൾക്ക് പുറത്താണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നു, ദി സ്ട്രാറ്റജീസ് എന്താണ് ഇനിഷ്യേറ്റഡ് ഇൻ SBI അല്ലെങ്കിൽ എന്ത് സ്റ്റോക്ക് ആയിക്കോട്ടെ, ദിസ് ഈസ് എ ടാർഗറ്റ്, വീക്കിലി സ്ട്രക്ചർ ആണോ അല്ലെങ്കിൽ ഡെയിലി സ്ട്രക്ചർ ആണോ അല്ലെങ്കിൽ ഇൻട്രാഡേ നിങ്ങൾക്ക് മെസ്സേജ് വരും. ഞാൻ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് 2-2.5 മാസത്തെ റോൾ ഔട്ട് ചെയ്തോളൂ.
അപ്പം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡറെ തന്നെ അതൊരു നിങ്ങൾ പുഷ് ചെയ്യാൻ റഷ്യ നോക്കണം. സോഫ്റ്റ്വെയറിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതെന്തായി? അല്ല, അത് ഞാൻ ചെയ്യുന്നില്ല ഇപ്പം. ആ സോഫ്റ്റ്വെയർ ചെയ്യുന്നില്ല. അത് ഒന്ന് കോസ്റ്റ്ലി കൂടാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ട്രേഡ് ഡാലിയുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ ഒക്കെ ആ, വാങ്ങാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ഓരോ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. അത് ഭയങ്കര ശരിയാ. പൈസയാണ്. ആ പൈസ ഭയങ്കര ഞാൻ പൈസ. ഭയങ്കര പൈസയാണ്. നമ്മൾ പൈസ കൊടുത്ത് കസ്റ്റമൈസ് ഭ്രാന്തായി പോകും. പിന്നെ ഒന്നാമത് റഷ്യൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാന്ന് വെച്ചാൽ അവന്മാർക്ക് ഭാഷ മനസ്സിലാവുന്നില്ല. ഞാൻ ഇന്ന് ആ, മെയിൽ അയച്ചാൽ 48 മണിക്കൂർ കഴിയുമ്പോഴാണ് എനിക്ക് റിപ്ലൈ പറഞ്ഞത്. അത് ആ. കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോഴും ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിൽ ഐ ഹാവ് എ ഡേറ്റ എവറിത്തിങ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്റെ ഒരു റീഅഷുറൻസ് അല്ലെങ്കിൽ റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. വേറെ ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? ആ സോ സാർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സാർ. സച്ചിനെ, സാർ, ഈ ഫീൽഡ് ഓപ്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സെറ്റപ്പാണ്. ഒത്തിരി എനിക്ക് അക്യൂറസി ഭയങ്കര കിട്ടുന്ന ഇഷ്ടമാണ്. അക്യൂറസി കിട്ടുന്ന ഒരു സെറ്റപ്പാ. സോ സാറ് ഇത് പറഞ്ഞില്ലേ, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണുണ്ടെന്ന് പറഞ്ഞതിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അറ്റ്ലീസ്റ്റ് FNO സ്റ്റോക്ക് സ്കാൻ ചെയ്ത് ഇന്ന ദിവസം. എഫ് അല്ല, ഫുൾ NRC സ്റ്റോക്സ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം പോരെ. അതെ എഫ് അല്ലേ, ആണ് അതിൽ ചെയ്യാം. നമുക്ക് ഫീൽഡ് ഓപ്ഷൻ ഇതിൽ ഇന്ന് എല്ലാം വരണുണ്ടെന്ന് അറിയാൻ വരും. പറ്റും? ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ ഞാൻ ഉണ്ടാക്കിയ സ്ട്രാറ്റജികൾ ഫുള്ള് വരും പോരെ. ഓക്കെ 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 ഓക്കെ, കൂൾ, താങ്ക് യു. ഫെയിൽഡ് ഓപ്ഷൻ നല്ലൊരു സ്ഥലം. നിങ്ങൾ ഓർത്തോളുക, നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷൻ, ഫെയിൽഡ് ഓപ്ഷൻ. അന്നത്തെ ലോ ഫെയിൽഡ് ഓപ്ഷൻ ആണ്. ആ ഫെയിൽഡ് ഓപ്ഷൻ വന്ന ലോ ടച്ച് ചെയ്തത് 2020 കൊറോണ സമയത്താണ്. കൊറോണയുടെ ലോ ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ട്രേഡ് വാർ സമയത്ത് നിഫ്റ്റി 21,880 ഫെയിൽഡ് ഓപ്ഷൻ ആണ്. പലരും പറഞ്ഞു നിഫ്റ്റി 19,800 അടിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല, യുദ്ധം തുടങ്ങിയാണ്. ഞാൻ യൂട്യൂബിൽ പറഞ്ഞു 21,880 പൊട്ടാതെ നിഫ്റ്റി ഒരിടത്തും പോകില്ലെന്ന് പറഞ്ഞു. ആ വീഡിയോ നിങ്ങൾക്ക് വേണം നോക്കാം, ബാക്ക് ടെസ്റ്റ് നോക്കാം. കാരണം അതൊരു ഫെയിൽഡ് ഓപ്ഷൻ ആണ്. അതേപോലെ നിങ്ങൾ ഓർത്തോളുക, ഈ 26,400 നിഫ്റ്റിയിൽ വന്ന ഹൈ, അതൊരു ഫെയിൽഡ് ഓപ്ഷൻ ആണ്. ഏത് വർഷം എന്ന് പറയാമോ? കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ മാസത്തെ ഹൈ. നോട്ട് ചെയ്തോ, സെപ്റ്റംബർ മാസത്തെ ഹൈ ഫെയിൽഡ് ഓപ്ഷൻ ആണ്. അതിന് മുകളിൽ നിഫ്റ്റി പോവാതെ മാർക്കറ്റ് കയറില്ല. സോ ഒരു ട്രെൻഡ് ചേഞ്ച്, അതായത് ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ ബുള്ളിഷിൽ നിന്ന് ബേറിഷിലോട്ട് പോകണോ, അല്ലെങ്കിൽ ബേറിഷ്, ഞാൻ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയുടെ ലോ ഉണ്ട്, അതൊരു ഫെയിൽഡ് ഓപ്ഷൻ എന്ന ഏരിയ ആണ്. ഈ ഒരു ഏരിയ സീരീസ് RBI ദിവസം 12 ജൂൺ ഫ്രൈഡേ, അന്നൊരു ഫെയിൽഡ് ഓപ്ഷൻ വന്നു മാർക്കറ്റ്. അവിടെ അല്ല, RBI ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ചത്തെ അവിടെ നിന്ന് മാർക്കറ്റ് കയറിപ്പോയ കയറ്റം കണ്ട. അതിന് മുമ്പേ ബാങ്ക് നിഫ്റ്റി വന്നത്, ബാങ്ക് നിഫ്റ്റി കണ്ട 53,300 ദിസ് ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആണ്. 18 മെയ് ഒരു ട്രെൻഡ്. നിങ്ങൾ ഓർത്തോളൂ, ഒരു ഫെയിൽഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലേ, നമ്മളിങ്ങനെ സ്വർണം കിട്ടിയ പോലെ ഇങ്ങനെ സൂക്ഷിച്ച് കെട്ടിപ്പിടിച്ച് വെച്ചേക്കണം. സൂപ്പറാണ്. അത് വെച്ച് നല്ല നിങ്ങൾക്ക് ജീവിതകാലം ജീവിക്കാനുള്ള പൈസ കിട്ടും. എനിക്കതൊരു ബാംഗ്ലൂരിലെ ട്രേഡുണ്ട്. പുള്ളി ഈ ഫെയിൽഡ് ഓപ്ഷൻ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. ഒരു വർഷത്തിൽ 30 ട്രേഡൊക്കെ മാക്സിമം ഉണ്ട്. പക്ഷേ 10 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും ഹീസ് മേക്കിംഗ് ഗുഡ് മണി. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു കാര്യം ഓർത്തോളുക, എല്ലാ ദിവസവും കാലത്തെ വന്നിട്ട് പൈസ ഇറക്കി പൈസ കിട്ടണമെന്നില്ല മാർക്കറ്റിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കാം, 10 ദിവസം കൊണ്ട് ഉണ്ടാക്കാം. അതേ 1 ലക്ഷം നിങ്ങൾക്ക് ഒരു ട്രേഡിലും ഉണ്ടാക്കാം. സോ ബി വൈസ്, നമ്പർ ഓഫ് ട്രേഡ്സ് കുറയ്ക്കുക, ക്ലാരിറ്റി കൂട്ടുക. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അതിൽ കൂടുതൽ ക്ലാരിറ്റി കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്താം. വേറൊന്നുമില്ലല്ലോ, വേറെ ഡൗട്ട് വല്ലതും ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, ചിലർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആ സ്ട്രക്ചർ അങ്ങനെയാണ്. ഈ സ്ട്രക്ചർ നമ്മൾ പറയില്ലേ, ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അറിയാൻ പഠിച്ചിട്ടുണ്ടോ +1? ഞാൻ +1 ഫസ്റ്റ് ബാച്ചാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ടോ അതിൽ? എന്റെ ജീവിതത്തിൽ ഞാൻ വെറുത്ത സബ്ജക്റ്റ് ആണ് ആ ഒരു ചാപ്റ്റർ. അതുകൊണ്ട് ചില കാര്യങ്ങൾ അതേപോലെ ചില നമ്മൾ ഏതാണ് ഡെറിവേറ്റീവ്സ് അറിയാലോ, അതേ കുറെ സാധനങ്ങളുണ്ട് അതേപോലെ. അപ്പം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഇതാണ്. നിങ്ങൾ പക്ഷെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ക്യാൻഡിൽ ഉപയോഗിക്കുന്നില്ല, പകരം ലെറ്റർ ഉപയോഗിക്കുന്നു. ആദ്യത്തെ ഒരു ലെറ്റർ ഇതാണ്. ഇത് ക്യാൻഡിലിന് പകരം ഇവിടെ ലെറ്റർ വന്നു. എത്ര എ എ എ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ക്യാൻഡിൽ, ബി എന്ന് പറഞ്ഞാൽ അടുത്ത അരമണിക്കൂർ, ഓരോ സമയം വെച്ച് ട്രേഡ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അത് വെച്ച് നോക്കുക, കൃത്യമായിട്ട് ക്ലിയർ ആക്കുക. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അങ്ങനെ സിമ്പിൾ ആക്കി മാറ്റിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പഠിച്ച ഒരു കാര്യം, ഇത് പഠിക്കേണ്ട ഗുണം നിങ്ങൾക്ക് കിട്ടുന്ന വെച്ചാൽ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ അതിനെ ഔട്ട്ഡേറ്റഡ് ആക്കി മാറ്റി, അതിനെ എന്താണ്
അതിനെ വർക്കൗട്ട് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അവരെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്കും പണി കിട്ടും, അവർക്ക് ഫണ്ട് ഉള്ളതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രാറ്റജി അല്ല, ഒരു സിസ്റ്റം, ഒരു മെന്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 99% സൈക്കോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. 1% മാത്രമേ സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. റെസ്റ്റ് നിങ്ങളുടെ സിസ്റ്റം, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ കാര്യം. എത്ര സ്ട്രാറ്റജി വിന്നിങ് പറഞ്ഞാലും യു കാൺ മേക്ക് മണി. അതാണ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഒരേ ട്രിപ്പ് നിങ്ങൾക്ക് 10 പേർ കൊടുത്താൽ 10 പേരും 10 രീതി ചെയ്യും. ആണോ? ആണോ? അല്ലേ? അതെ അതെ കറക്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജിതിനെ വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല, ഓക്കെ ആണ്. വേറെ ആർക്കും തട്ടല്ലോ ഉണ്ടോ? പലരും ഇതായിട്ടിരുന്നു, എന്താണ് സംസാരിച്ചതേ ഇല്ല. എന്തു പറ്റി ചോദിച്ച ഒരു കാര്യം. ഒരു കാര്യം എന്റെ ഒരു അനുഭവം പറയാം. ഞാനിത് പഠിച്ച സമയത്ത് ഞാൻ ഹിന്ദിക്കാരന്മാരെ കൂടെ തന്നെ പഠിച്ചത്. ഒരു കാര്യം, ഇവന്മാര് ഒരു മണ്ണാങ്കട്ടയും പറഞ്ഞു തരില്ല. അവന്മാര് കാണാൻ മാത്രം അറിയാവുള്ളൂ. എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയണത്. അവസാനം ഗതികെട്ട് ഈ കയ്യിലെ കാശ് മൊത്തം പോയി. ഇതെന്തെങ്കിലും പഠിച്ചെടുത്തിട്ട് ഗതികെട്ടാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പലർക്കും പഠിക്കാൻ പറ്റും. ഞാൻ മണ്ടനെന്നാണ് എന്റെ വീട്ടുകാർ പറയണത്. അപ്പൊ നിങ്ങൾക്ക് പറ്റും അതിനെക്കാട്ടും കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ സിമ്പിൾ സബ്ജക്റ്റ് ആണ്. നമ്മൾ വല്ലവരും ചെയ്യുന്ന സാധനത്തിനെ ഫോക്കസ് ചെയ്ത് പകരം നിങ്ങളത് പഠിച്ചെടുത്തിട്ട് നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഞാനുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അതെന്താണ്, ഇന്ന് പഠിച്ച് നാളെ നിങ്ങൾക്ക് ഇതാവൂല. നിങ്ങൾ ടൈം ബീയിങ്ങിൽ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ പഠിക്കുക. രാത്രി ഒരു മണിക്കൂറും ഒരു സമയം കൊടുക്കുക. കാലത്ത് എൻ്റെ കൂടെ ലൈവായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, കേൾക്കുക, മാർക്കറ്റിൽ ആ ഒരു സ്ട്രക്ചർ നോട്ട് ചെയ്യുക. കുറെ കാര്യങ്ങളുണ്ട്, ഹോംവർക്കുകൾ പോലെ അതൊക്കെ എഴുതി നോക്കി വെച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പാറ്റേൺ റെപ്പറ്റീഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ദിവസം നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഈ മൈൻഡിൽ ഗോ കത്തുമ്പോൾ നിങ്ങൾ ചാർട്ടിന്റെ പറയും. ഗോ ചാർട്ടിന് മറ്റേ നമ്മുടെ സിസ്റ്റം എത്ര GB വേണ്ടി വരും? ഒരു സാധാരണ ലാപ്ടോപ്പ് മതി. അങ്ങനെ സിസ്റ്റം GB അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മളൊരു ഡേറ്റ, നമുക്ക് വെബ് കിട്ടണം, വെബിൽ നെറ്റ് വർക്ക് ആവണം, നെറ്റ് ലോഡ് ആവണം. ഇത് അത് മാത്രമേ ഉള്ളൂ. i5 വർക്ക് ആവുമല്ലോ അല്ലേ? i5 ഇതിപ്പോ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് i5 ആണ്. ആക്ച്വലി ഇത് i7 ആണ്. i5 യൂസ് ചെയ്യണം. നമ്മൾ ഓഫീസിൽ ലാപ്ടോപ്പ് അല്ല i5 ആണ്. ഇത് മൊബൈലിൽ കണ്ടാൽ കുഴപ്പമുണ്ടോ? ഞാൻ മൊബൈലിൽ കാണുന്നുണ്ട് രാജു, മൊബൈലിലൊക്കെ ഉണ്ട്. പക്ഷേ മൊബൈലിൽ കാണുമ്പോൾ ഒരു ക്വാളിറ്റി അറിയാലോ. സിസ്റ്റം ആണ് നല്ലത്, അല്ലെങ്കിൽ ഒരു ടാബ് എങ്കിലും യൂസ് ചെയ്യാം അറ്റ്ലീസ്റ്റ്. ഇതിന് മാസത്തിൽ എങ്ങനെ പൈസ? ഈ 2200 രൂപ. 2200 രൂപ. ഞാനിപ്പോ അവരോട് സംസാരിക്കുന്നുണ്ട്, കാരണം അവരുടെ പാനലിസ്റ്റ് ആണ് ഞാൻ സൗത്ത് ഇന്ത്യയിലെ. അപ്പൊ അവരോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. എന്റെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഫീസ് കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അവർ കേൾക്കുന്നില്ല. അവരിപ്പോ ട്രെയിനിങ് വ്യൂവിന്റെ CEO ആണ് ഇപ്പൊ ഗോചാട്ടിങ്ങിന്റെ CEO ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു മീറ്റിംഗ് ഉണ്ടായത് അവരുമായിട്ട്. അപ്പം അവര് കുറെ പുതിയ ഈ എന്താണ് ട്രേഡ് ആലിയിലൊക്കെ ഉള്ള കുറെ ടെക്നോളജീസ് ഒക്കെ ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഏത് ഗോ ചാർട്ടിലോ? ഞാൻ പറയാം, അൽഗോ ട്രേഡിംഗ്, ചാറ്റ് GPT ഒരു കാര്യം ഓർത്തോളാം. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു ചാറ്റ് GPTക്കും വർക്ക് വരില്ല. 20% അപ്പുറത്തേക്ക് ഒരു അൽഗോരിതത്തിന് ഒരു കാര്യം വർക്കാവാൻ പറ്റില്ല. അല്ലെങ്കിൽ AI ഒന്നും വർക്കാവില്ല. ഭയങ്കര സംഭവമായിരുന്നു അത് ആദ്യമൊക്കെ വന്നപ്പം. അതെല്ലാരും പഠിച്ചു കുറച്ച് കഴിഞ്ഞ് പൈസ പോയപ്പോ എല്ലാവർക്കും മനസ്സിലായി. ഒരു കാര്യം മനസ്സിൽ ഓർത്തോളൂ, ഞാൻ പറയുന്ന കാര്യം. AI അല്ലെങ്കിൽ അൽഗോരിതം ഞാനിപ്പോൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അൽഗോ ആക്കാം. അതിനൊരു ബാക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് സെബി ഒരു റൂൾ വെച്ച് അറിയാമോ? നിങ്ങൾ എന്ത് അൽഗോ കൊടുത്തോട്ടെ, അവർക്ക് ഒന്നുകിൽ നിങ്ങൾ ബ്രോക്കർക്ക് സ്ട്രാറ്റജി കൊടുത്ത് ബ്രോക്കർ വഴി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് സെബിയിൽ അപ്ലൈ ചെയ്യുക. എന്താണ് സെബി കൊടുത്തതെന്ന് വെച്ചാൽ, ഒരുത്ത കാലത്തെ വരും 9:20 സ്റ്റാർട്ടിൽ അങ്ങ് വിൽക്കുക, അങ്ങ് റൂൾ അങ്ങ് ഇറക്കണം. അതങ്ങ് കൊടുക്കുന്നു, അത് വാങ്ങാൻ കുറെ ആൾക്കാർ പരസ്യം കൊടുക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, കമ്പയർഡ് എന്റെ ആവറേജ് ആക്യുറസി 69% ആണ്. ചോദിച്ച ഒരാളാണ് ശക്തി. എനിക്ക് 69% ആക്യുറസി ഉള്ളൂ. സ്റ്റിൽ ഐ എം ഹാപ്പി. ആക്യുറസി അല്ല നോക്കേണ്ടത്, എന്റെ ആക്യുറസി ആയിരിക്കില്ല ശക്തിയുടെ ആക്യുറസി. ചിലപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ ശക്തിയാകും. കാരണം ശക്തി ചിലപ്പോൾ ഞാൻ 10 ട്രേഡ് ചെയ്യുമ്പോൾ ശക്തി 3 ട്രേഡേ ചെയ്യുള്ളൂ. സോ ആ 3 ട്രേഡ് ശക്തി വിജയിക്കുന്ന ശക്തിയുടെ ആക്യുറസി എത്രയാണ്? ആക്യുറസി ഡിപ്പെൻഡ് അപ്പോൺ യുവർ ട്രേഡ്സ്, അല്ലാതെ എന്റെ ട്രേഡ്സിലല്ല. ആണോ? ആർക്കെങ്കിലും തെറ്റുണ്ടോ അതിൽ പറയാന്നതിൽ? ഉണ്ടോ? ഞാനൊരു സാധനം ഞാൻ പറഞ്ഞു, ഞാൻ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലേക്കും എന്റെ ആക്യുറസി വരുന്നത്. അതേ സാധനം ചിലപ്പം കുറച്ചും കൂടെ അഡ്വാൻസ് രീതിയിൽ ശക്തി അപ്രോച്ച് ചെയ്യാൻ ശക്തിയുടെ ആക്യുറസി കൂടും. സോ ദ ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ട്രേഡ്.
ക്ലിയർ ആവുന്നുണ്ടോ? സോ അതുകൊണ്ട് ഈ ചാറ്റ് GPT ഒന്നും ജമ്മത്ത് ഒരു കാര്യം ഓർത്തോളൂ, ഫിനാൻഷ്യൽ വേൾഡില് അങ്ങനെയാണെങ്കിൽ IIT-ന്ന് 3 ഇപ്പൊ ട്രേഡ് ആര് നമ്മുടെ ജെയിൻ സീറ്റൊക്കെ 3 കോടി രൂപയ്ക്കാണ് ഓരോ IIT-കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. 3.5 കോടി 4 കോടി രൂപയ്ക്കാണ് എടുത്തേക്കുന്നത് ആൾക്കാരെ. അവർക്ക് എല്ലാം കോഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഇത് വെച്ച് ചെയ്താൽ പോരെ, ചാറ്റ് GPT വെച്ച് കൊടുത്താൽ പോരെ. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ എന്തുവാണ് ഫിനാൻഷ്യൽ ഫീൽഡിൽ എത്ര നിങ്ങൾ ലോകത്ത് വന്നാലും ഞാൻ പറയണത് 30% കൂടുതൽ ഒരു അൽഗോരിതത്തിനോ AIക്കോ ഫിനാൻസ് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ദാറ്റ് കൺട്രോൾ ഓൺ ഡിപ്പെൻസ് ഓൺ ട്രേഡേഴ്സ് ആണ്. സാറേ ഒരു കാരണം കാര്യം ആ ഒരു ചോദിക്കാനുണ്ട് സാറേ. പിന്നെ നമുക്കിത് എത്ര മാസം കൊണ്ട് നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്തെടുക്കാൻ പറ്റും ഈ ഇപ്പൊ ഓർഡർ എന്റെ ഫ്ലോ കൂടെ 6 വെച്ചിട്ട്? മാസം ഇരിക്കുന്ന അഭിലാഷ്, ആൾക്കാരൊക്കെ 6 മാസം കൊണ്ട് ഒരു ക്ലാരിറ്റി ക്ലിയർ ആയിരുന്നു. ചിലരൊക്കെ സ്വന്തമായി ഇൻഡിപെൻഡന്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്, എന്റെ കൂടെ ഇരിക്കുന്നവരുണ്ട്. മനസ്സിലായോ? ഓക്കെ. നമ്മൾ ഒരു അപ്പൊ 6 മാസം സാറിനോട് കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു സമയം കൊടുക്കണം. അല്ലാതെ എന്തുവാണ് ഈ നമ്മളിവിടെ പഠിക്കുന്നത് സ്ട്രാറ്റജി അല്ല, ബിഹേവിയറിനാണ്. അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൊണ്ട് ബിഹേവിയറിനെ കൊടുത്താൽ മാത്രമേ അതാണ് മാർക്കറ്റിലെ ചോദിച്ചത്. എന്താ വെച്ച് പാറ്റേൺസ് കഴിഞ്ഞാല് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എത്ര നാൾ വേണമെന്നുള്ള ഒരു ഇതാണ് ഒരു അതാണ് 6 ചോദിച്ചത്. മാസം എന്റെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ 6 മാസം ഇരിക്കുന്നവരെ മാത്രമേ ഇരുത്താറുള്ളൂ. അല്ലാത്ത ഓക്കെ. 6 അപ്പൊ മാസം എന്റെ കൂടെ ഇരുന്നാൽ ആണെങ്കിൽ മാത്രമേ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഇപ്പൊ മനസ്സിലായ സാറിനോട് സാധനം ഞാൻ ലൈവ് ഇരിക്കാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തെ നമ്മൾ ആ കോഴ്സ് എടുത്താൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാലും നമുക്കൊരു ലൈവ് സപ്പോർട്ട് കിട്ടുമോ? നിങ്ങൾക്ക് ലൈവായിട്ട് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ കൂടെ ഓക്കെ. പണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്നോട് ഗ്രൂപ്പിൽ ഇപ്പോഴും ഇരിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ ഓക്കെ. ഓക്കെ. ഞാൻ ഓക്കെ. നോക്കാറില്ല. എന്നോട് ഇരുന്ന ഒരു ട്രേഡ് ചെയ്യും, അവർക്ക് സ്വന്തമായിട്ടിരിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, നല്ല ട്രേഡേഴ്സ് ഇഷ്ടമുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് സ്വന്തമായി പഠിച്ചെടുത്ത് സ്വന്തമായി ഇൻഡിപെൻഡന്റ് ട്രേഡ് ചെയ്ത ആൾക്കാർ എത്രവരുണ്ട്. ഓക്കെ. ഓക്കെ. പക്ഷെ ഞാൻ പറയാം, ഇരിക്കുന്ന സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണ്ടേ നോക്കുക. ഈ മാർക്കറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായി? ഇപ്പം ജിംസ് ചോദിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് പൊളി ചോദിച്ച പോലെ, ഈ ഫെയിലിയർ എങ്ങനെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണമല്ലോ. ഫെയിലിയർ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് സക്സസിനെ ആക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഓർത്തുള്ള, ഞാനിവിടെ ചെയ്യുന്നത് ഫെയിലിയറിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. അതായത് ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡിനെ ഞാൻ ഫോക്കസ് ചെയ്യാറില്ല. അത് ട്രേഡ് ചെയ്യും, അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്, കുഴപ്പമില്ല, എനിക്ക് പണിയില്ല, ഇത് ഫേക്ക് അല്ല എന്നൊക്കെ ഞാൻ കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ ഫോൾട്ടിനെ ഞാൻ ഫോളോ ചെയ്യും. അപ്പൊ അവന്റെ ഫോൾട്ടിനെ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറ്റും, ഒരു 30-40 ഞാൻ സ്കാൽപ്പ് ചെയ്തെങ്കിൽ ഇറങ്ങും പോരെ. ആ ഓക്കെ. രീതിക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഓക്കെ. വേറെ ആരും ഡൗട്ട് ഉണ്ടോ? സാധാരണ എന്നോട് ജിതിൻ പ്രത്യേകം പറഞ്ഞു വെച്ചാൽ പലർക്കും മാർക്കറ്റ് പ്രൊഫൈൽ എന്താണ് അറിഞ്ഞുകൂടാ, AB എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളത്തെ ആ കാര്യങ്ങൾ പറഞ്ഞു. സാധാരണ ഞാൻ അങ്ങനെ ഇന്റക്ഷൻ ഇതിൽ അങ്ങനെയൊന്നും പറയാറില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് പറയാറില്ല. ഒരു വർഷം മുമ്പ് സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇത് പേടൊക്കെ എടുത്ത് കുറച്ച് ചെയ്തു നോക്കി. ഇതിനകത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ലെറ്റേഴ്സ് ഒന്നും പിടികിട്ടുന്നില്ല. പിന്നെ സാറ് പറഞ്ഞ സിമ്പിൾ. സെറ്റപ്പ് യൂട്യൂബ് നോക്കി എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ഓർഡർ ഫ്ലോ ഇല്ലേ, അത് മാത്രം വെച്ച് ക്യാൻഡിൽ റീഡ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുമായിരുന്നു. അത്യാവശ്യം വിന്നിംഗ് റേറ്റും ഉണ്ട്. അതിനകത്ത് ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുമായിരുന്നു. വേറൊന്നും നോക്കത്തില്ലായിരുന്നു. നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ എന്റെ കൂടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം പറഞ്ഞ ഒരു 500 പേരെ ഞാൻ ഈ കഴിഞ്ഞ വർഷം, കാരണം കഴിഞ്ഞ വർഷം എന്റെ കുറെ യൂട്യൂബ് വീഡിയോ, അതിന് മുമ്പേ എന്റെ വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്, ആരും നോക്കാറില്ല, ഞാൻ നോക്കാറില്ല. പക്ഷെ കഴിഞ്ഞ വർഷം കുറെ യൂട്യൂബ് വീഡിയോസ് എന്റെ ഇറങ്ങി. ഇപ്പൊ ഞാൻ യൂട്യൂബ് വീഡിയോസ് കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന സ്ട്രാറ്റജി എന്താണ്. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു യൂട്യൂബ് കഴിഞ്ഞ മിനിങ്ങാന്ന് ഷൂട്ട് ഉണ്ടായി ഞാൻ കൊടുത്തില്ല, ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ഫെയിലിയറാണ് ഞാൻ പറഞ്ഞത്, സക്സസിനെ പറഞ്ഞില്ല. ഫുൾ ഫെയിലിയർ ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അത് മതി. ഒരു കാര്യം ഓർത്തോളുക, എനിക്ക് നിങ്ങൾ അഭിലാഷിനെ പോലെയോ അഭിലാഷിന് എന്നെ പോലെയോ അല്ലെങ്കിൽ അഭിലാഷിന് വേറെ ആരെ പോലെ ആവാൻ പാടില്ല. നിങ്ങൾ ആരാണോ അതിനകത്ത് നിന്ന് നിങ്ങളുടെ പൈസ ഉണ്ടാകാൻ നോക്കുക. എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ, എനിക്ക് ഓക്കെ. എന്റെ ഫണ്ടിന് ഒരു വർഷം എനിക്ക് വലിയ ആഗ്രഹം, എനിക്കൊരു 30-35% റിട്ടേൺ കിട്ടുക. അത് ചെയ്യാൻ ഇക്വിറ്റി ഉണ്ടെങ്കിൽ ഇക്വിറ്റിയിലൂടെ ഞാൻ പോകും, എഫ് ഉണ്ടെങ്കിൽ എഫ് പോകും, കമ്മൂട്ട് ചെയ്യും. ഇപ്പൊ എനിക്ക് കമ്മൂട്ടിക്ക് ഈ വർഷം ഹെവി വിന്നിംഗ് റേറ്റ് ആണ്. ഹെവി വിന്നിംഗ് റേറ്റ് ആണ്. എന്തു പറ്റി? ഞാൻ അതുകൊണ്ട് ഇപ്പം കൂടുതൽ കമ്മൂട്ടിക്ക് ഞാൻ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് കൂടുതൽ സമയത്ത്. സോ സ്ട്രാറ്റജി എല്ലാം ഗോൾഡിൽ ആക്കാൻ ഇരിക്കലുണ്ടോ പ്രൊഫൈൽ, സാറ് പക്ഷെ രാത്രി? രാത്രി ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. ഗോൾഡിൽ എന്റെ കൂടെ നോക്കലുണ്ടോ? ഇരിക്കുന്ന സമയത്ത് രാത്രി ഞാൻ ട്രേഡിങ് ഇരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല ഗോൾഡ് മൂവ്മെന്റ് ലോസിന്റെ ലൈവ് ഞാൻ വരാറുണ്ട്, ലൈവായിട്ട് നമുക്ക് ഇരിക്കാറുണ്ട്. ലൈവും പോവാറുണ്ടോ? ഗോൾഡിന് സിൽവറിലും ഇരിക്കുന്നുണ്ടാവും അല്ലേ? ഞാനല്ല, ഗോൾഡ് സിൽവറിനെക്കാട്ടിയും സുഖം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസിന്റെ മൂവ്മെന്റ് LG. കിട്ടില്ലോണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ പണ്ടൊരു കെമിസ്ട്രി സാർ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ഒരു സാധനത്ത് ഒരു സബ്ജക്റ്റിൽ ഒരു മാസ്റ്റർ ആവണമെങ്കിൽ അതിനെ നിങ്ങൾ അതിനെ റിപ്പീറ്റ് നോക്കണം. അതിലെ ഒരു സീനെ കാണുക. ഞാൻ നാച്ചുറൽ ഗ്യാസും കൂടും മാത്രം നോക്കും. ഗോൾഡ് ചെയ്യും, പക്ഷെ നാച്ചുറൽ ഗ്യാസ് പോയതുപോലെ എനിക്ക് തന്ന പോലെ പൈസ വേറെ ആരും തന്നിട്ടില്ല. എനിക്ക്
കിഡിലാണ്. ആ റേഞ്ച് കിട്ടും. ആ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ച് കിടന്ന് കളിക്കാം. ഒരാഴ്ചയിൽ ഒരു ദിവസം നാച്ചുറൽ ഗ്യാസ് നല്ല മൂവ്മെന്റ് വരും. ആ ദിവസം ക്യാപ്ചർ ചെയ്താൽ മതി. ക്രൂഡ് കിട്ടും, ഒരു ദിവസം നല്ല ദിവസം കിട്ടും. ഞാൻ ഈ എക്സ്പയറി ഡേ മാത്രം നാച്ചുറൽ ഗ്യാസും ക്രൂഡും നോക്കാറുണ്ട്. ലാസ്റ്റ് ക്രൂഡും ചെയ്തിരുന്നു, ഇനി നാച്ചുറൽ ഗ്യാസിന്റെ ഞാൻ എക്സ്പയറി പക്ഷെ ഞാൻ മാത്രമേ അഭിലാഷ് നോക്കാറുള്ളൂ. എക്സ്പയറിക്ക് ഞാൻ തൊടാറില്ല. കാരണം വെച്ചാൽ എനിക്ക് എക്സ്പയറിക്ക് ഒന്ന് രണ്ട് തിക്ത അനുഭവങ്ങൾ കിട്ടിയത് കൊണ്ട് എന്തോ എനിക്ക് ആ ഞാൻ ചെറിയ തിക്ത എമൗണ്ട് അനുഭവം ഇടാറുള്ളൂ വേണ്ട. സാറേ, ഒരു 3000 to 5000 രൂപയെ സ്പെൻഡ് ചെയ്യാറുള്ളൂ. അതിനകത്തിൽ നമുക്ക് പക്ഷെ അത്യാവശ്യം ഇപ്പൊ നല്ല എന്റെ ചില ബ്രോക്കർ സമ്മതിക്കുന്നില്ല. പ്രോഫിറ്റ് എന്റെ ഉള്ള കിട്ടാറുണ്ട്. ബ്രോക്കറിന് സമ്മതിക്കില്ല അവന്മാര്. ഞാൻ ട്രൈ ചെയ്ത് ആ, സമ്മതിക്കുന്നില്ല എനിക്ക്. അത് നല്ല പ്രോഫിറ്റ് കിട്ടാറുണ്ട്. കാര്യം ഈയിടെ കഴിഞ്ഞ ഇതിൽ ക്ലോസിംഗിൽ ഒരു 41 വന്ന ഒരു ഓപ്ഷൻ പോയി നിന്നത് 198 പോയി നിന്നത് ഒരു പി. നല്ല ട്രേഡ് കിട്ടും. ഞാൻ സാറ് പറഞ്ഞത് നാറ്റ് നിങ്ങൾക്ക് ഗ്യാസ് ഫ്യൂച്ചർ ആണോ അതോ ഓപ്ഷൻസ് ആണോ? അല്ലല്ല, ഞാൻ ഫ്യൂച്ചറാണ് അതെ. ഞാൻ ഫ്യൂച്ചറാണ് കൂടുതൽ ചെയ്യണം. നാച്ചുറൽ ഗ്യാസിന്റെ മിനി അല്ല, മെയിൻ ഫ്യൂച്ചറേ ചെയ്യാറുള്ളൂ. 4 ലോട്ട് 5 ലോട്ട് 10 ലോട്ട് മാക്സിമം പോയാൽ ഞാൻ അപ്പുറത്തേക്ക് ചെയ്യാറില്ല. ഞാൻ സ്കാൽപ്പ് ചെയ്യാറുള്ളൂ. ഒരു കാര്യം, നിങ്ങൾ ഈ പഠിക്കുന്ന മാർക്കറ്റ് പ്രൊഫൈൽ ഉണ്ടല്ലോ, അത് എവിടെ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫോറക്സിൽ യൂസ് ചെയ്യാം, എന്തിന് വേണോ ഉപയോഗിക്കാം, എവിടെ വേണോ ഉപയോഗിക്കാം. സെറ്റപ്പ് സ്ട്രാറ്റജി എല്ലാം സെയിം ആണ്. പക്ഷെ ഫോറക്സ് ആകുമ്പോൾ 24 hours ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അമേരിക്കൻ ടൈം മാത്രം എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഫോറക്സ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അമേരിക്കൻ മാർക്കറ്റ് എപ്പോൾ ഓപ്പൺ ചെയ്യണോ ആ സമയം തൊട്ട് എടുക്കുക, ബാക്കി അത് സമയത്തിന് 7 അവോയ്ഡ് മണി ചെയ്യുക. മുതൽ 6 മണി മുതൽ 6:30 6 മണിയിട്ട് തുടങ്ങും. എടുക്കുക, 6 മണിയിട്ട് എടുക്കുക, ബാക്കിയുള്ള സാറേ, സമയത്ത് വിടുക. അതുപോലെ തന്നെ ഈ ഒരു 30 മിനിറ്റ്സ് മാത്രമേ നമ്മൾ നോക്കാൻ പറ്റുള്ളൂ, അതോ അതിൽ കുറച്ച് അല്ലെ കൂട്ടി യൂസ് ചെയ്യാൻ പറ്റും? ഇല്ല, മാർക്കറ്റ് പ്രൊഫൈൽ ഡിസൈൻഡ് ഫോർ 30 മിനിറ്റ്സ് ഓക്കെ ആണ് ഓക്കെ ഞാൻ പറഞ്ഞത്. 30 മിനിറ്റ്സ് ഡിസൈൻഡ് ആണ്. അതിനെ മാറ്റാൻ പറ്റില്ല. അതിനെ മാറ്റണമെങ്കിൽ വേറെ ഏതെങ്കിലും സെറ്റപ്പ് സാധനങ്ങൾ ഉണ്ടാക്കണം. ഞാൻ അതുവരെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പറ്റില്ല. ഓക്കെ. സ്ട്രക്ചർ അങ്ങനെയാണ്. 30 മിനിറ്റ്സ് കൊണ്ട് വിൻഡോയിലാണ് സ്ട്രക്ചർ സാർ ഒരു ആരും ഔട്ട് ഓഫ് ദി ഉണ്ടാക്കി. ബുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? എന്താണ് പറയും? ഇപ്പൊ കുറെ ആൾക്കാർ ഫോറക്സിലും ഇതിലൊക്കെ മാറില്ലേ, ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നവർ തന്നെ? മാറിയിട്ടുണ്ട്. എനിക്ക് ആ, എന്റെ ഏറ്റവും ഒരുപാട് സുഹൃത്തുക്കൾ പേര് മാറിയിട്ടുണ്ട്. മാറി. അത് നമ്മളെ എക്സ്പയറി ഡേന്റെ അന്നത്തെ വോളിയം നോക്കിയാൽ മതി. അവിടെ മേളിൽ കാണും 600, 750, 800 വരെയൊക്കെ കിടക്കുന്നിടത്ത് വോളിയം ഇപ്പൊ ഉള്ളത് എങ്ങനെ നിങ്ങൾ നോക്കിക്കോ 300, 250 അത്രയാ കാണുന്നത്. ഒരുപാട് പറയൂ മുഹമ്മദ്, ആൾക്കാർ എന്ത് പറയും? ചോദിച്ചെന്ത്? സാറ് ഞാൻ ചോദിച്ചത് ഫോറക്സിലോട്ട് മാറുന്നില്ലേ കുറെ ആൾക്കാര്, ആ അപ്പൊ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് എന്താ വോളിയം ഇല്ലാത്തതുകൊണ്ടാണോ എന്താ? അല്ലല്ല, വോളിയം ഇല്ലാത്തത് ആ കാരണം കൊണ്ടല്ല. ഇന്ത്യയിലെ റെഗുലേറ്ററി സിസ്റ്റത്തിന് ഒന്ന് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞോളാം, ഈ പണ്ട് ഈ ഇന്ത്യ 2020 ശേഷം കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഇന്ത്യയിലെ DI പവർ, അല്ലെങ്കിൽ ലോക്കൽ DIയുടെ പവർ വളരെ കൂടുതലായിരുന്നു. കാരണം എന്ത് പറ്റി, എല്ലാ ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞ് പല ആൾക്കാരും അതിനുവരെ ഇന്ത്യയിലെ ട്രേഡിങ്ങിന്റെ എണ്ണം 3% ആയിരുന്നത് ഏകദേശം പറഞ്ഞാൽ 10% ഭാഗത്തേക്ക് പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സിപ്സും ബാക്കി കാര്യങ്ങളും വന്നു. ഇപ്പം വീണ്ടും മാർക്കറ്റിൽ വോളിയം ക്രഞ്ചായി തുടങ്ങി. കാരണം എന്താ പറയുമോ, DIയുടെ പവർ, ലിക്വിഡിറ്റി പവർ കുറഞ്ഞു തുടങ്ങി. കാരണം എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇപ്പോൾ കുറച്ച് നമ്മുടെ ടാക്സബിളിന്റെ ഇഷ്യൂസും മക്കളൊക്കെ, അതുകൊണ്ടുള്ള ഗവൺമെന്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഗവൺമെന്റ് ബോൺസിന്റെ ടാക്സ് കുറച്ചത്. സോ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഈ മാർക്കറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ഒന്ന്, ഇപ്പൊ മാർക്കറ്റിലുള്ള റിയൽ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് ലോസ് ആണെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്തിരിക്കും ജീവിതകാലം മൊത്തം ഇല്ലല്ലോ. സോ സർവൈവ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോഴേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, മാർക്കറ്റ് ഇനിയും തിരിച്ച് 26,400 എത്തുമ്പോൾ വരും. അതേപോലത്തെ ആൾക്കാർ വീണ്ടും എവിടെന്നെങ്കിലും പൈസയും കടം വാങ്ങിച്ച് തിരിച്ച് വീണ്ടും ട്രേഡിങ്ങിലോട്ട് വരും. അപ്പം വീണ്ടും വോളിയം കൂടും. അപ്പം വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒരു മാർക്കറ്റ് ഇറ്റ്സ് എ പാറ്റേൺ ആണ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഓർത്തോളാം മുഹമ്മദേ, 70% മാർക്കറ്റ് ഒരു വർഷത്തെ 226 ട്രേഡിംഗ് ഡേ ഉണ്ടെങ്കിൽ 140 മുകളിൽ ട്രേഡിംഗ് ഡേയ്സും റേഞ്ച് മാർക്കറ്റാണ്. ഒരു റേഞ്ച് കിടന്ന കളിക്കും. അതിനകത്ത് ഒരു 20 പോയിന്റ് 30 പോയിന്റ് സ്കാൽപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചോ, യു വിൽ വിൻ. ബ്രൂസ്ലിക്ക് അറിയാലോ, ബ്രൂസ്ലി പറഞ്ഞ മറുപടി അറിയാമോ, ഒരു സ്ഥലത്ത് 1000 കിക്ക് അടിക്കുന്നവരാണ് നോക്കേണ്ടത്, അല്ലാതെ 1000 സ്ഥലത്ത് അടിക്കുന്നവരെ നോക്കുന്ന കാര്യമില്ല. അതേ പാറ്റേൺ ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ദിസ് ഈസ് എ പ്രിന്റിംഗ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സ് ആണ്, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമുക്കൊരു എത്ര പോയിന്റ് ഒരു ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും? അല്ല, ഞാനിപ്പം എന്റെ കൂടെ ഇരിക്കുന്ന ട്രേഡ് ചെയ്യുന്നത്, ഞാൻ മാക്സിമം പോയാൽ നിഫ്റ്റിയിൽ 20 പോയിന്റ് അപ്പുറത്തേക്ക് ഒരു സ്കാൽപ്പിൽ ചെയ്യാറില്ല. ഞാൻ അതിന് മൾട്ടിപ്പിൾ സ്കാൽപ്പ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ സ്കാൽപ്പിലോട്ട് പോകും. ചില സ്ട്രാറ്റജി എനിക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫെയിലിയറിന് ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. അത് പ്രകാരം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ഹൈ, താഴെ വരുന്ന ഫെയിലിയർ ആണെങ്കിൽ അപ്സൈഡ് ഏറ്റവും മണ്ടയാണ് ടാർഗറ്റ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റും ദിസ് വിൽ ഗീവ് യു ദിസ് ടാർഗറ്റ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ പോകും. അങ്ങനത്തെ ട്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ പൊസിഷനെ പ്രോഫിറ്റ്, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഫെയിൽഡ് ഓപ്ഷന്, റാവുത്തറല്ലോ ഉണ്ടോ, സുനിലുണ്ടോ, റാവുത്തറനുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടല്ലോ, സുബിൻ ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മള്
നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ നമ്മൾ എങ്ങനെ റൈഡ് ചെയ്തു? ആദ്യം 260 മേടിച്ചു, അത് താഴേക്ക് ഇറങ്ങി 238 ആവറേജ് ചെയ്തു, അത് ഹോൾഡ് ചെയ്തു, 260 എത്തിയപ്പം കൊടുത്തു, പിന്നെ വീണ്ടും 238 എത്തിയപ്പോൾ വാങ്ങിച്ചു, വീണ്ടും 268 കൊടുത്തു, അതിന് ലാസ്റ്റ് കൊണ്ട് 300 നമ്മൾ കൊടുത്തില്ലേ, ടാർഗറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുത്തു. സോ ആ ട്രേഡ് ഞാൻ എടുക്കും അഭിലാഷേ. സോ അത് ഓക്കെ ബേസ്ഡ് ഓൺ ഫെയിൽഡ് ഓപ്ഷൻ ആണ്. അപ്പൊ അതിന് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആ സ്റ്റോപ്പ് ലോസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതായത് ട്രേഡ് ഇവിടെ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും. ആ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ എനിക്ക് ഇത്ര ലോസ് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ലോസ് ഉള്ളത് കൊണ്ട് അതിന് കണക്കാക്കിയ ക്വാണ്ടിറ്റി മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യും? ഓക്കെ ട്രേഡിന് ആ ട്രേഡ് ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ആ എടുക്കുന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയെ 3 ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം ഒരിക്കൽ എൻട്രി ചെയ്യും, ഡിപ്പിൽ അടുത്ത എൻട്രി ചെയ്യും, അടുത്ത ഡിപ്പിൽ അടുത്ത എൻട്രി ചെയ്യും. ആ രീതിക്ക് ഞാൻ എൻട്രി ചെയ്ത് അതിനെ ഞാൻ കൊണ്ടുപോകും. സോ കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം ഡിപ്പിന് കിട്ടിയുള്ളൂ, 3 പ്രാവശ്യം ഡിപ്പ് കിട്ടിയില്ല. ഓക്കെ അപ്പം ഓരോ സ്ട്രാറ്റജിക്കും ഓരോ ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. ആ രീതിക്ക് അങ്ങനെ പ്ലേ ആവുള്ളൂ. ഓക്കെ, ഇനി പറഞ്ഞാൽ കുറെ ആയി, ഇപ്പൊ 10 മണിയായി. ഓക്കെ, സോ ഈ ഓക്കെ പറഞ്ഞത് സാറേ, നിങ്ങൾക്ക് താങ്ക് യു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നന്ദി, മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇത് എനിക്ക് കൂടുതൽ അങ്ങനെ ഡീപ്പായിട്ട് ഇത് പറഞ്ഞു പോകാൻ പറ്റാത്ത സബ്ജക്റ്റ് ആണ്. പലർക്കും അറിഞ്ഞൂടാ. നിങ്ങൾ യൂട്യൂബിൽ എന്റെ വീഡിയോസ് കിടപ്പുണ്ട്, പ്ലേലിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, പലരും 40,000 രൂപയ്ക്ക് പഠിപ്പിക്കുന്ന കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ഇട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് 6 മാസം ആരും നിങ്ങളുടെ ലൈവായിട്ട് ഇരുത്താറില്ല. ഞാൻ നിങ്ങൾ 6 മാസം ലൈവായിട്ട് എന്നോട് ഇരുത്താറുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചീത്ത വിളിക്കാനുള്ള സൗകര്യം ഉണ്ട് അതിനകത്ത്. സോ എന്താണ്, നിങ്ങളത് നോക്കുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എവിടെ പഠിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്യാപ്പബിലിറ്റിയെ കൂട്ടാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ സ്കെയിലപ്പിനെ കണ്ട് ഞാൻ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല. നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കെയിലിന് മനസ്സിലാണ്. ആ രീതിക്ക് പയ്യെ പയ്യെ ട്രെയിനിനെ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ വല്ലതും ഇല്ലല്ലോ? വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത നമ്പറിൽ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക്സ്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് സർ. Thank you, Rishabha. താങ്ക് യു ഫോർ Thank you, sir. Bye.